Hello everyone, welcome to Phata-Phat series. CUET UG Plus in the Prepwise in the live series. So in the Mumbai discuss session 1 we discuss ഇതും മുമ്പ് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു സെഷനും നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. സോ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. സോ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ദ വാല്യൂ ഓഫ് ഇൻ്റഗ്രൽ 0 to infinity x to the power a minus 1 by 1 plus x into dx, where 0 a is in between 0 and 1 will be. So ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ we have to do it. Okay, so ഇതിൽ നമുക്ക് എക്സിന് എന്തെന്ന് കൊടുക്കാം? എക്സിന് നമുക്ക് tan square theta എന്ന് കൊടുക്കാം. So what will happen? 1 plus x എന്ന് പറയുന്നത് 1 plus tan square theta എന്ന് വരും. So it will be sec square theta, right? So നമ്മളെ ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് sec square theta എന്നും ന്യൂമറേറ്റർ എന്ന് പറയുന്നത് അതിന് x to the power a minus 1 x ന് നമുക്ക് tan square theta എന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. So the equation will be look like 0 to infinity x to the power എന്ന് പറയുന്നതിന് പകരം നമ്മൾ x ന് കൊടുത്തത് tan square ആണ്. So tan square whole raised to 2a minus 1. So that implicitly means that it will be like 2a minus 1 will come, right? 2a minus 2, right? Theta by 1 plus sec square theta. സോ ഇനി എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഡി എക്സിനെ ചേഞ്ച് ചെയ്യണം, ഇൻ ടേംസ് ഓഫ് ഡി തീറ്റ ആക്കണം. സോ നമ്മുടെ എക്സ് എന്ന് പറയുന്നത് ടാൻ സ്ക്വയർ തീറ്റയാണ്. സോ നമ്മൾ ഡി എക്സ് എങ്ങനെ കാണുക? ഇതിനെ നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. സോ വാട്ട് വിൽ ബി ദി ഇൻറ്റഗ്രൽ? 2 tan theta into sec square theta, right? 2 tan theta into sec square theta into d theta will come. സോ ഡി എക്സിന് പകരം ഞാൻ ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 2 tan theta into sec square theta d theta will come, right? സോ ഇതാണ് നമ്മളുടെ ഇൻറ്റഗ്രൽ എന്ന് പറയുന്നത്. സോ അടുത്ത സ്റ്റെപ്പിൽ നമുക്കിവിടെ ഈ സിക്സ് സ്ക്വയർ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമ്മൾ ഈ ടാൻ സ്ക്വയർ 2 raised to minus 2 പോലെ ഇവിടെ ഒരു 1 ഉണ്ട്. സോ നമ്മളതിനെ മൾട്ടിപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 2a raised to minus 1 എന്ന് വരും. സോ 0 to infinity tan 2a minus 2 എന്നുള്ളത് ഇൻറ്റു 1 കൂടി വരുമ്പോൾ minus 1 ആയി മാറും. സോ ഇറ്റ് വിൽ ബി ലൈക്ക് can write here 2a minus 1 into 2, okay, into d theta നൽകിയിട്ടു. ഓക്കെ, ഇനി സൈൻ തീറ്റ എന്ന് പറയുന്നതിന് നമുക്ക് സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്ന് കൊടുക്കാൻ പറ്റും. അതേപോലെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇൻഫിനിറ്റി എന്ന് പറയുന്നത് എപ്പോഴാണ് ടാൻ ഇൻഫിനിറ്റി ആകുന്നത്? സോ അതിൻ്റെ ലോവർ ടേം എന്ന് പറയുന്നത് π/2ലേക്ക് പോകുമ്പോൾ അല്ലേ, റൈറ്റ്? സോ സൈൻ തീറ്റ ബൈ കോസ് തീറ്റയാണ്. സോ ഇതിൻ്റെ ഡിനോമിനേറ്റർ 0യിലേക്ക് പോകുമ്പോൾ അതിൻ്റെ വാല്യൂ ഇൻഫിനിറ്റിയിൽ പോകും. സോ കറസ്പോണ്ടിംഗ്ലി നിങ്ങൾക്ക് റേഞ്ച് എന്ന് പറയുന്നത് 0 to infinity എന്ന് പറയുന്നതും നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. യു ക്യാൻ അഡ്ജസ്റ്റ് ഇൻറ്റു 0 to π/2 എന്ന് പറയുന്ന റേഞ്ചിലേക്കായി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. സോ ഇറ്റ് വിൽ ബി ലൈക്ക് 2 into 0 to π/2 tan 2 raised to 2a raised to minus 1. സോ നമ്മളിതിനെ കറസ്പോണ്ടിംഗ്ലി നമ്മൾ ടാനിന് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്ത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അവസാനം നമ്മളിവിടെ എക്സിന് പകരം നമ്മൾ ടാൻ സ്ക്വയർ തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 1 plus x എന്ന് പറയുന്നത് സിക്സ് സ്ക്വയർ തീറ്റയാണ് നമുക്ക് കിട്ടി. അങ്ങനെ നമ്മൾ ഡി എക്സിന് നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി ഈ ടാന് നമുക്ക് സൈൻ ബൈ കോസ് എന്ന് കൊടുക്കാം. അങ്ങനെ സൈൻ ബൈ കോസ് കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ലൈക്ക് 2 into 0 to π/2, ഓക്കെ, സൈൻ 2a minus 1 തീറ്റ ഇൻറ്റു കോസിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് വരിക. സോ 1 minus 2a എന്ന് വരും, റൈറ്റ്? കോസ് ഡിനോമിനേറ്ററിലാണ്. സോ അതിന് നമ്മൾ അപ്പർ ന്യൂമറേറ്ററിലേക്ക് എടുക്കുകയാണെങ്കിൽ 1 minus 2a into d theta എന്ന് വരും. ഓക്കെ, സോ അക്കോർഡിംഗ്ലി നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ, ഇതൊരു ജനറിക് ഒരു ബേസിക് ഫംഗ്ഷൻ ആണ്. ആ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ബീറ്റ ഫംഗ്ഷൻ ആണ്. ബീറ്റ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഓക്കെ, സോ ബീറ്റ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് നമുക്കറിയാം 0 to π/2 ഇങ്ങനെയാണ് ബീറ്റ ഫംഗ്ഷൻ്റെ ഇക്വേഷൻ. 0 to π/2 സൈൻ 2m minus 1 raised to then cos 2n minus 1 theta d theta. സോ ഇങ്ങനെയാണ് ബീറ്റ ഫംഗ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ബീറ്റ ഫംഗ്ഷൻ നമുക്ക് സോൾവ് ചെയ്യാൻ നമ്മുടെ കയ്യിൽ ഒരു ഇക്വേഷൻ ഉണ്ട്. സോ ഞാൻ ഒന്നുകൂടെ എഴുതാം. ബീറ്റ ഫംഗ്ഷൻ എന്ന് പറയുന്നത്, സോ ബീറ്റ ഈസ് ഈക്വൽ ടു 2 into 0 to π/2 sin 2m minus 1
and cos 1 minus 2, right? So ഇതാണ് നമുക്ക് earlier സെക്ഷനിൽ കിട്ടിയിട്ടുള്ളത്. So 1 minus 2n in theta d theta എന്ന് കിട്ടും, റൈറ്റ്? സോ ഈ 1 minus 2n എന്ന് പറയുന്നത് നമുക്ക് നേരത്തെ പറഞ്ഞിട്ടുള്ള ബീറ്റ ഫംഗ്ഷൻ ആകുമ്പോൾ ഇത് 2n minus 1 ആണ്. സോ നമുക്ക് നേരത്തെ കിട്ടിയിട്ടുള്ള ഇക്വേഷൻ 1 minus 2n ആണ്. സോ ഇവിടെ നമുക്ക് 2n minus 1 എന്ന് എഴുതാം. ഇനി നമ്മൾ ആ രണ്ട് ഇക്വേഷനെ നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തെന്ന് കിട്ടും? ഇതിൽ m എന്ന് പറയുന്നത് a ആണെന്നും n എന്ന് പറയുന്നത് a minus 1 ആണെന്നും കിട്ടും. സോ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു ബീറ്റ ഫംഗ്ഷനെ ഇങ്ങനെ ഒരു ഇക്വേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്കതിനെ ഈ ഇങ്ങനത്തെ ഒരു ബീറ്റ ഫംഗ്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ലൈക്ക് ഗാമ എം ഇൻറ്റു ഗാമ എൻ ബൈ ഗാമ എം പ്ലസ് എൻ ആണ്. ഓക്കെ, സോ നമുക്ക് എം എന്ന് പറയുന്നത് എ എന്നും എൻ എന്ന് പറയുന്നത് എ മൈനസ് 1 എന്നും കിട്ടും. ഈ ഗാമ എന്ന് പറയുന്നത് ഗാമ ഫംഗ്ഷൻ ആണ്. സോ നമ്മളുടെ കറസ്പോണ്ടിങ് ആയിട്ട് നമ്മളെ ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മളെ ഈ ഐയുടെ വാല്യൂ എന്ന് പറയുന്നത് ബീറ്റ ഫംഗ്ഷൻ ആണ് നമുക്ക് കിട്ടി. ഈ ബീറ്റ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇൻ ടേംസ് ഓഫ് ഗാമ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അതാണ് നമ്മൾ പറയുന്നത്. സോ ഇവിടെ എം എന്ന് പറയുന്നത് ഒബ്വിയസ്ലി ഗാമ എ, ഓക്കെ, ഗാമ എ മൈനസ് 1 ആൻഡ് എയും എ മൈനസ് 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഗാമ 1. സോ ഗാമ ഫംഗ്ഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം, ഗാമ ഫംഗ്ഷൻ്റെ വാല്യൂസ് ഏതൊക്കെയാണെന്നുള്ളത്. ഗാമ 1 എന്ന് പറയുന്നത് 1 തന്നെയാണ്. അതേപോലെ തന്നെ ഗാമ 1/2 എന്ന് പറയുന്നത് √π ആണ്. അതേപോലെ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ബേസിക് ആയിട്ടുള്ള ചില വാല്യൂസ് ആണ്. അതേപോലെ ഗാമ പി ഇൻറ്റു ഗാമ 1 മൈനസ് പി എന്ന് പറയുന്നത് π ബൈ സൈൻ പി പൈ. ഓക്കെ, സോ സിമിലർലി നമുക്ക് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഗാമ 1 എന്ന് പറയുന്നത് 1 തന്നെയാണ്. ഗാമ എ ഇൻറ്റു ഗാമ എ മൈനസ് 1 എന്ന് പറഞ്ഞാൽ ഈ ബേസിക് ഇക്വേഷനിൽ ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ബേസിക് ഇക്വേഷനിൽ മൂന്നാമത്തെ ഇക്വേഷൻ അനലോഗസ് ആണ്, റൈറ്റ്? സോ ഈ ഗാമ എ ഇൻറ്റു ഗാമ എ മൈനസ് 1 എന്ന് പറയുന്നത് നമുക്ക് എന്ത് എഴുതാം? പൈ ബൈ സൈൻ പി പൈ എന്ന് എഴുതാം. ഇനി നമ്മളെ ആൻസറിലേക്ക് നോക്കൂ. ഓക്കെ, സോ ഇവിടെ നമുക്ക് പിക്ക് പകരമുള്ളത് എ ആണ്. സോ ദ ആൻസർ വിൽ ബി പൈ ബൈ സൈൻ എ പൈ വിൽ കം. സോ ഓപ്ഷൻ എ വിൽ ബി ദ റൈറ്റ് ആൻസർ. ഓക്കെ, ഐ ഹോപ്പ് യു ഹാവ് ഗോട്ട് ഇറ്റ്. നമ്മൾ ഇതാണ് ബേസിക് ആയിട്ടുള്ള അസംഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇതൊരു ജനറിക് ആയിട്ട് നമ്മൾ പഠിച്ചാലും മതി. ഇതൊരു ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ഇക്വേഷനെ നമ്മൾ പഠിച്ചു വെച്ചിട്ട് ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഗാമ എ ഇൻറ്റു ഗാമ 1 മൈനസ് എ ആണെന്നുള്ളത് കാണാതെ പഠിക്കുക. സോ ദാറ്റ് യു ക്യാൻ ഈസിലി ഡയറക്റ്റ്ലി നിങ്ങൾക്ക് അതിൻ്റെ സൊല്യൂഷൻ അപ്ലൈ ചെയ്യാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വാല്യൂസ് എന്ന് പറയുന്നത് എക്സിന് ടാൻ സ്ക്വയർ തീറ്റ കൊടുക്കുക. കറസ്പോണ്ടിങ്ങിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സ്റ്റാൻഡേർഡ് ബീറ്റ ഫംഗ്ഷൻ്റെ ഇക്വേഷൻ കിട്ടും. ബീറ്റ ഫംഗ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് ഗാമ ഫംഗ്ഷൻ പ്രൊവൈഡ് ചെയ്യാൻ നമുക്കറിയാം. ആ റിലേഷൻ നമുക്കറിയാം. ആ റിലേഷൻ ഉപയോഗിച്ചിട്ടും നമുക്ക് ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. സോ ദിസ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ വിൽ ബി ദ റൈറ്റ് ആൻസർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. The value of m so that 2x minus x square plus my square may be harmonic. So the harmonic function എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് അറിയണം. സോ ഹാർമോണിക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളെ കയ്യിലൊരു അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ സൈ ആണെന്ന് വിചാരിക്കുക. ഈ ഫംഗ്ഷൻ ഹാർമോണിക് ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഡെൽ സ്ക്വയർ സൈ ഷുഡ് ബി ഈക്വൽ ടു 0. ഓക്കെ, സോ ഡെൽ സ്ക്വയർ സൈ എന്ന് പറഞ്ഞാൽ ഡോ സ്ക്വയർ ബൈ ഡോ എക്സ് സ്ക്വയർ. സോ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഫോർ എക്സാമ്പിൾ ഇറ്റ്സ് സൈ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ എക്സ് സ്ക്വയർ ബൈ ഡോ വൈ സ്ക്വയർ ഷുഡ് ബി ഈക്വൽ ടു 0. സോ അതാണ് ഒരു ഫംഗ്ഷൻ ഹാർമോണിക് ആണ് എൻ്റെ ബേസിക് കണ്ടീഷൻ എന്ന് പറയുന്നത്. സോ ദിസ് ഫംഗ്ഷൻ നമുക്കിവിടെ തന്നിരിക്കുന്ന ഫംഗ്ഷൻ 2x മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് എം വൈ സ്ക്വയർ. ഓക്കെ, സോ ഇതിനെ രണ്ട് പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്യണം വിത്ത് റെസ്പെക്ട് ടു എക്സും വിത്ത് റെസ്പെക്ട് ടു വൈയും. സോ നമ്മൾ ആദ്യത്തെ പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 2x മൈനസ് എക്സ് സ്ക്വയർ എം പ്ലസ് എം വൈ സ്ക്വയറിനെ നമ്മൾ ഒന്നാമത്തെ പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വാട്ട് വിൽ ഗെറ്റ് 2xൻ്റെ ഡിഫറൻഷ്യൽ 2 ആണ്. ഇറ്റ്സ് മൈനസ് 2x ആണ്. ഓക്കെ, സോ അതിനെ നമ്മൾ ഒരു പ്രാവശ്യം കൂടി ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. പ്ലസ് നമ്മൾ ഒരു പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് വൈന് ഒരു പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്യുകയാണെങ്കിൽ സെക്കൻഡ് ടൈം ഇറ്റ് ബിക്കം 2my, റൈറ്റ്? ആൻഡ് ഡോ ബൈ ഡോ വൈ ഷുഡ് ബി ഈക്വൽ ടു 0. സോ നമ്മൾ ഒരു പ്രാവശ്യം കൂടി എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുകയാണെങ്കിൽ എന്ത് വരും? ഇവിടെ -2 എന്ന് മാത്രം വരും. ഇവിടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുകയാണെങ്കിലോ പ്ലസ് 2m വരും. ഷുഡ് ബി ഈക്വൽ ടു 0. ദാറ്റ് ബേസിക്കലി മീൻസ് ദാറ്റ് -2 ഈസ് ഈക്വൽ ടു -2m. സോ 2 into ക്യാൻസൽ ചെയ്യാൻ പറ്റും. m ഈസ് ഈക്വൽ ടു 1. ഓക്കെ, സോ ഓപ്ഷൻ ഡി വിൽ ബി ദ റൈറ്റ് ആൻസർ. ഐ ഹോപ്പ് യു ഹാവ് ഗോട്ട് ഇറ്റ്. സോ ഇതാണ് ഒരു ഹാർമോണിക് ഫംഗ്ഷൻ്റെ ബേസിക് കേസ്. അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് റീഡ് ചെയ്യേണ്ടത്. ലാപ്ലാസ് ഇക്വേഷൻ എന്നും നമ്മൾ വിളിക്കാറുണ്ട്. ഓക്കെ, വിൽ മൂവ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
the solution of dou u by dou t is equal to 4 dou u by dou x. So ഇതൊരു പാർഷ്യൽ ഡിഫറൻസിയേഷൻ ആണ്. സോ പാർഷ്യൽ ഡിഫറൻസിയേഷൻ്റെ ഫംഗ്ഷൻ പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടേണ്ട സൊല്യൂഷനെ നമുക്ക് ഇൻ ടേംസ് ഓഫ് ഇവിടെ ടി ആൻഡ് എക്സ് ആണുള്ളത്. സോ നമുക്കൊരു എക്സിലുള്ള ഒരു ഫംഗ്ഷൻ ആണെന്നും ഒരു ടിയിലുള്ള ഒരു ഫംഗ്ഷൻ ആണെന്നും എടുക്കാം. സോ ഇങ്ങനെയാണ് നമ്മളെ യു എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്ന് നമ്മൾ അസ്യൂം ചെയ്യുക. ദെൻ യു ക്യാൻ ഡു ദിസ്. ഐ മീൻ പാർഷ്യൽ ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതിൻ്റെ അർത്ഥം. സോ നമ്മൾ പാർഷ്യൽ ഡിഫറൻസിയേഷൻ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ഈ യുവിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമെന്ന് വിചാരിക്കുക. സോ ഇറ്റ് വിൽ ബി ലൈക്ക് ഡോ ബൈ ഡോട്ട് ടി ഓഫ് x of x into t of t is equal to 4 into dou by dou x of x and t of t, right? So ഇതാണ് ഇക്വേഷൻ വരുന്നത്. നമ്മളതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുകയാണെങ്കിൽ എക്സിന് എന്തെങ്കിലും എക്സ് ഇവിടെ കോൺസ്റ്റൻ്റ് ആണല്ലേ. സോ ഇറ്റ് വിൽ ബി ലൈക്ക് എക്സ് ഓഫ് എക്സ് ഇൻറ്റു നമ്മൾ ടീനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ടി ഡാഷ് എന്ന് കൊടുക്കുകയാണ്. ടി ഡാഷ് ടി ഈസ് ഈക്വൽ ടു 4 എന്ന് വരും. ഡോ ബൈ എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ എക്സ് ഡാഷ് ആണ് വരിക. So it will be like x dash x, right, into t of t. Okay, now what you have to do, നമ്മൾ x നെ ഇങ്ങോട്ടും t നെ അങ്ങോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ it will be like t dash by t എന്ന് by t of tau is equal to 4 into x dash of x by x of x is equal to നമ്മളൊരു കോൺസ്റ്റൻറ്റ് ആണെന്ന് എടുക്കുക. ഓക്കെ, സോ അതായത് ഈക്വേഷൻ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാൻ പറ്റും. ഇവിടെ ഈ ടി ഓഫ് ടി ഉദ്ദേശിക്കുന്നത് ഇതൊരു ടിയിലുള്ള ഫംഗ്ഷൻ ആണെന്ന് മാത്രം. സോ ഇനി നമുക്കിതിനെ ഓരോന്നിനെയും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. സോ ടി ഡാഷ് ബൈ ടി ഓഫ് ടോനെ നമ്മൾ സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ഈസ് ഈക്വൽ ടു കെ. സോ നമ്മളിതിനെങ്ങനെ സോൾവ് ചെയ്യാം? സോ ടി ഡാഷ് എന്ന് പറയുന്നത് ഡോട്ട് ടി ബൈ ഇൻറ്റു 1 ബൈ ടി ഈസ് ഈക്വൽ ടു കെ, റൈറ്റ്? സോ നമ്മൾ ഈ ഡി ടിനെ അങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ലൈക്ക് സോ വാട്ട് വിൽ ബി ഗെറ്റ് എന്നോട് എഴുതാം. ഡോട്ട് ടി ബൈ ഡോട്ട് ടി ഈസ് ഈക്വൽ ടു 1 ബൈ ടോ ഈസ് ഈക്വൽ ടു കെ, റൈറ്റ്? ഇനി സോ ഡോട്ട് ടി ബൈ ടി ഈസ് ഈക്വൽ ടു കെ ഡോട്ട് ടി എന്ന് കിട്ടും. നമ്മൾ രണ്ട് ഭാഗത്ത് ഇൻറ്റഗ്രേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ലോൺ ടി ഇൻറ്റു കെ ടി. സോ ടി എന്ന് പറയുന്നത് വാട്ട് വിൽ ഗെറ്റ് ടി ഓഫ് ടി എന്ന് പറയുന്നത് e to the power kt. ഓക്കെ, c ഇൻറ്റു e to the power c1 എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണെന്ന് വിചാരിക്കാം. സോ ഇതാണ് ഒന്നാമത്തെ കേസിൽ നമുക്ക് കിട്ടുന്നത്. ഇനി രണ്ടാമത്തെ കേസിൽ എന്തായിരുന്നു നമ്മളെ ഇക്വേഷൻ നമുക്ക് കിട്ടിയിട്ടുള്ളത്? സോ ഇത് ഇനി ഈ റിലേഷൻ നമുക്ക് ഉപയോഗിക്കാം. സോ ഇറ്റ് വിൽ ബി ലൈക്ക് 4 ഓഫ് എക്സ് ഡാഷ് ഓഫ് എക്സ് ബൈ എക്സ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി ഈസ് ഈക്വൽ ടു കെ, റൈറ്റ്? കോൺസ്റ്റൻറ്റ് കെ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണെന്ന് വിചാരിക്കാം. സോ ഇവിടെ നിന്ന് നമുക്ക് എന്ത് എഴുതാം? ഡോ എക്സ് ബൈ ഡോ എക്സ് ഇൻറ്റു 1 ബൈ എക്സ് എന്ന് പറയുന്നത് 4 കെ ബൈ 4, റൈറ്റ്? കെ ബൈ 4. സോ ഇങ്ങനെ വരും. ഡോ എക്സ് ബൈ എക്സ് ഈസ് ഈക്വൽ ടു കെ ബൈ 4 ഇൻറ്റു ഡി എക്സ്, റൈറ്റ്? സോ ഇഫ് ഐ ഇൻറ്റഗ്രേറ്റ് ഇൻ ബോത്ത് സൈഡ്സ് വാട്ട് വിൽ ഹാപ്പൻ? നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് ലോൺ എക്സ് എന്ന് വരും. ഇവിടെ അതേപോലെ തന്നെ കെ ബൈ 4 എക്സ് എന്ന് വരും. ആൻഡ് ഇഫ് ഐ ബ്രിങ് ദ ഓപ്പോസിറ്റ് സൈഡ്സ് എക്സ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇൻ ടേംസ് ഓഫ് ഇ ടു ദ പവർ കെ ബൈ 4 എക്സ്. സോ നമ്മൾ കോൺസ്റ്റൻറ്റ് കൊടുക്കുമ്പോൾ c2. ഗോട്ട് ഇറ്റ്? സോ രണ്ട് ഫംഗ്ഷൻ നമുക്ക് കിട്ടി. നമ്മൾ യു എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ടി ഓഫ് ടി ഇൻറ്റു എക്സ് ഓഫ് എക്സ് ആണ്. സോ നമ്മൾ ആ വാല്യൂസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ c1 ഇ ടു ദ പവർ കെ ടി ഇൻറ്റു c2 e to the power k by 4x എന്ന് കിട്ടും. സോ ഇറ്റ് വിൽ ബി ലൈക്ക് ഐ ക്യാൻ റൈറ്റ് c1 c2 എന്ന് പറയുന്ന ഒറ്റ കോൺസ്റ്റൻ്റ് ആക്കി എടുക്കാം. e to the power t plus x by 4, right, into k എന്ന് എഴുതാം. സോ ദിസ് വിൽ ബി ദ സൊല്യൂഷൻ ഓഫ് ദ ഗിവൺ പാർഷ്യൽ ഡിഫറൻസിയേഷൻ. നമ്മൾ ആൻസർ ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ലൈക്ക് ഓപ്ഷൻ ഡി വിൽ ബി ദ റൈറ്റ് ആൻസർ, റൈറ്റ്? ഇന്ന് കിട്ടിയിരിക്കുന്നത് അത് തന്നെയാണ്, x by 4 plus t. സോ ഇങ്ങനെയാണ് ഏതൊരു പാർഷ്യൽ ഡിഫറൻസിയേഷനും നിങ്ങൾ സോൾവ് ചെയ്യേണ്ടത്. നമുക്ക് തന്നിരിക്കുന്നത് ഏതെല്ലാം വിത്ത് റെസ്പെക്ട് ടു ഈ ആരെ വെച്ചിട്ടാണോ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ നോക്കുക അത്രയും കമ്പോണൻസിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് എടുക്കാം. നമ്മൾ ഈ ഇലക്ട്രോമാഗ്നറ്റിക് തിയറിയുടെ കേസിലൊക്കെ നമുക്ക് പല കേസിലും അതേപോലെ തന്നെ പാർഷ്യൽ ഡിഫറൻസിയേഷൻ്റെ കേസിലും ഒക്കെ നമ്മൾ ഈ ഒരു മെത്തേഡ് വെച്ചിട്ടാണ് സോൾവ് ചെയ്യാറുള്ളത്. ഓക്കെ, ഐ ഹോപ്പ് യു ഹവ് ഗോട്ട് ഇറ്റ്. നമുക്കിനി അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ സ്ക്യൂ ഹെർമീഷ്യൻ? സോ നമ്മൾ ആദ്യം സ്ക്യൂ ഹെർമീഷ്യൻ എന്താണെന്ന് അറിയണം. സ്ക്യൂ ഹെർമീഷ്യൻ മെട്രിക്സ് ആണോ അല്ലേന്ന് അറിയാൻ ആദ്യത്തെ
ഐഡിയ എന്ന് പറയുന്നത് അതിൻ്റെ ഐഗൺ വാല്യൂസ് നോക്കാൻ നല്ലതാണ്. എപ്പോഴും ഒരു സ്ക്യൂ ഹെർമീഷൻ്റെ ഐഗൺ വാല്യൂസ് എന്ന് പറയുന്നത് ഒന്നുകിൽ 0 അല്ലെങ്കിൽ പ്യുവർ ഇമാജിനറി ആയിരിക്കും. ഐഗൺ വാല്യൂസ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഐഗൺ വാല്യൂസിൻ്റെ സം എന്ന് പറയുന്നത് ട്രൈസ് ആണ്. സോ ട്രൈസ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു മെട്രിക്സിൻ്റെ ഐഗൺ വാല്യൂസ് 0 അല്ലെങ്കിൽ പ്യുവർ ഇമാജിനറി ആണ് എന്നുണ്ടെങ്കിൽ അതൊക്കെ സ്ക്യൂ ഹെർമീഷൻ ആവും. സോ ആ ഒരു കണ്ടീഷൻ വെച്ച് നമുക്ക് ഇവിടെ ചെക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം ഇതിലെ 4 ഓപ്ഷനും നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതാണ്. ഓക്കെ, സോ നമുക്ക് സ്ക്യൂ ഹെർമീഷൻ എന്താണെന്നുള്ളതിൻ്റെ ബേസിക് കണ്ടീഷൻ വെച്ച് നോക്കണം. സോ ഒരു ഹെർമീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, സിമെട്രിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെട്രിക്സ് നമ്മളെ കയ്യിലുണ്ട്. ആ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് നമ്മൾ എടുക്കുന്നു. ട്രാൻസ്പോസ് എടുക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ റോയും കോളയും നമ്മൾ ഇൻ്റർചേഞ്ച് ചെയ്യാം. അത് രണ്ടും ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? സിമെട്രിക് എന്ന് വിളിക്കും. ഓക്കെ, ഇനി അത് നമ്മൾ ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ ഒരു നെഗറ്റീവ് സൈൻ എക്സ്ട്രാ വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? സ്ക്യൂ സിമെട്രിക് എന്ന് വിളിക്കും. ഓക്കെ, ഇനി പകരം നമ്മൾ ഒരു മെട്രിക്സ് നമ്മളെ കയ്യിലുണ്ട്. ആ മെട്രിക്സിൽ ചില കോംപ്ലക്സ് നമ്പേഴ്സ് ഉണ്ട്. സോ കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ കോൺജുഗേറ്റ് കാണാം. എങ്ങനെയാണ് നമ്മൾ കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ കോൺജുഗേറ്റ് കാണാം? നമ്മളതിൽ ഇമാജിനറി നമ്പേഴ്സിനൊക്കെ പ്ലസ് ഐയിലെടുത്ത് മൈനസ് ഐ കൊടുക്കണം, മൈനസ് ഐയിലെടുത്ത് പ്ലസ് ഐ കൊടുക്കണം. സോ കോംപ്ലക്സ് നമ്പർ കാണുക, കോംപ്ലക്സ് അതിനെയാണ് നമ്മൾ കോൺജുഗേറ്റ് മെട്രിക്സ് എന്ന് വിളിക്കുക. അതിൻ്റെ ട്രാൻസ്പോസ് കാണാം, അതിനാണ് നമ്മൾ എ തീറ്റ റെപ്രസെൻറ്റ് ചെയ്യാറുള്ളത്. അത് രണ്ടും സെയിം ആണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഹെർമീഷ്യൻ എന്ന് വിളിക്കും. ഇനി അത് നെഗറ്റീവ് സൈൻ ആണെന്നുണ്ടെങ്കിൽ അതിനെ സ്ക്യൂ ഹെർമീഷ്യൻ എന്ന് വിളിക്കും. ഓക്കെ, നമ്മളിതിനെ ഇവിടുത്തെ ഓരോ കേസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം ഇതിൻ്റെ കോൺജുഗേറ്റ് മെട്രിക്സ് കാണണം. കോൺജുഗേറ്റ് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ 0 മൈനസ് ഐ 0 എന്ന് വരും. ഇനി ഇതിൻ്റെ ട്രാൻസ്പോസ് കാണാം, അതാണ് നമ്മൾ എ തീറ്റ എന്ന് റെപ്രസെൻറ്റ് ചെയ്തത്. എ തീറ്റ റെപ്രസെൻറ്റ് ചെയ്ത് എന്താ കിട്ടുക? 0 മൈനസ് ഐ 0, റൈറ്റ്. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? മൈനസ് ഓഫ് എ എന്ന് എഴുതിക്കൂടെ? ഇതിൻ്റെ മൈനസ് നമുക്ക് പുറത്തെടുത്തൂടെ? സോ ഇതൊരു സ്ക്യൂ ഹെർമീഷൻ ആണ്. ഓക്കെ, ഇനി അടുത്ത കേസ് നോക്കാം. 3 എന്ന് പറയുന്ന കേസിൽ നമുക്ക് അതേപോലെ തന്നെ ചെയ്യാം. സോ ഈ മെട്രിക്സിൻ്റെ ആദ്യത്തെ കോൺജുഗേറ്റ് മെട്രിക്സ് എന്ന് പറയുന്നത് മൈനസ് ഐ 0 മൈനസ് ഐ എന്ന് വരും. ഇനി ഇതിൻ്റെ നമ്മൾ കോൺജുഗേറ്റ് എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? സെയിം വരും. സോ ഇറ്റ് വിൽ ബി ലൈക്ക് മൈനസ് ഓഫ് എ. സോ ഇതും ഒരു സ്ക്യൂ ഹെർമീഷൻ ആണ്. സോ ഇനി ഫോർത്ത് നോക്കാം. ഫോർത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതേപോലെ തന്നെ മനസ്സിലാവും, അതേപോലെ തന്നെ കിട്ടും. ഇവിടെ നമുക്ക് ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മൈനസ് 0, ഓക്കെ, 0 മൈനസ് ഐ, റൈറ്റ്, പ്ലസ് ഐ വിൽ കം. സോ നമ്മളിതിൻ്റെ ട്രാൻസ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ അത് തന്നെ കിട്ടും. നമുക്കിതിനെ മൈനസ് ഓഫ് എ എന്ന് എഴുതാൻ പറ്റും, റൈറ്റ്. ഒരു മൈനസ് സൈനിൻ്റെ ഡിഫറൻസ് അല്ലേ ഇവർ തമ്മിലുള്ളൂ. ഇവർ തമ്മിലും അതുപോലെ തന്നെയാണ്, ഒരൊറ്റ മൈനസ് സൈൻ്റെ ഡിഫറൻസ് ആണുള്ളത്. ഇവിടുത്തെ ഈ കേസും മൈനസ് സൈൻ്റെ ഡിഫറൻസ് ആണുള്ളത്. സോ ഇനി ഇത് ചെക്ക് ചെയ്യാം. സോ ഇത് ചെക്ക് ചെയ്യുമ്പോൾ 0 ഐ മൈനസ് ഐ 0 വിൽ കം. ഇതിൻ്റെ കോൺജുഗേറ്റ് എന്ന് പറയുന്നത് ഇവിടെ മൈനസും ഇവിടെ പ്ലസും വരും. ഇനി ഇതിൻ്റെ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 0 മൈനസ് ഐ 0. സോ ഇത് രണ്ടും സെയിം ആണ്. സോ ഇതൊരു സ്ക്യൂ ഹെർമീഷൻ അല്ല, പകരം ഇതൊരു ഹെർമീഷൻ ആണ്. ഓക്കെ, സോ ഇതൊരു ഹെർമീഷൻ ആണ്. സോ ദാറ്റ് ഈസ് വാട്ട് ബേസിക്കലി. സോ ഇതൊരു ഹെർമീഷൻ ആണ്. സോ ഇത് മാത്രം സ്ക്യൂ ഹെർമീഷൻ അല്ല. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബേസിക്കലി ഇതിലെ ഓപ്ഷൻസ് എ സി ഡി ഒക്കെ കറക്റ്റാണ്. ഇതിൽ ബി മാത്രമാണ് റോങ് ആയിട്ടുള്ളത്. സോ ഒരുപക്ഷെ ക്വസ്റ്റ്യൻ ഇട്ട സമയത്ത് ഒരുപക്ഷെ തെറ്റിയതായിരിക്കാം. ഇത് CUET 2021 ചോദിച്ച ചോദ്യമാണ്. സോ ഒരുപക്ഷെ ചോദിച്ചിരിക്കുന്നത് ഏതാണ് സ്ക്യൂ ഹെർമീഷൻ അല്ലാത്തത് എന്ന് ചോദിക്കാൻ വേണമെങ്കിൽ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ ബി ആയിരിക്കും. സോ ഇങ്ങനെയാണ് ബേസിക്കലി ഹെർമീഷൻ ആണോ സ്ക്യൂ ഹെർമീഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, സോ ഐ ഹോപ്പ് യു ഹാവ് ഗോട്ട് ഇറ്റ്. സോ ഇവിടെ ആൻസർ ശരിക്കും എയും 1, 3, 4 ഈ 3 അങ്ങനെ ഓപ്ഷനുകളും കറക്റ്റാണ്. ഓക്കെ, we look at the next problem. 55. The solution of a differential equation. So നമ്മളെ കയ്യിലുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇതാണ്. സോ ഇതിൻ്റെ സൊല്യൂഷൻ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ എക്സ് ലോഗ് എക്സിനെ ഒന്ന് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ നമുക്കത് കുറേ കൂടെ സിമിലർ ആയിട്ടൊരു ഇക്വേഷനായി മനസ്സിലാവും. സോ ഇറ്റ് വിൽ ബി നമ്മൾ മൾട്ടിപ്ലൈ ആണെന്നുണ്ടെങ്കിൽ dy/dx പ്ലസ് y/x log x is equal to 2/x എന്ന് കിട്ടും. So it is exactly similar to the equation which we have already learned, which is dv/dx plus py is equal to q. So ഇതൊരു ലീനിയർ ഇക്വേഷൻ ആണ്. നമ്മളത് ലീനിയർ ഇക്വേഷൻ സോൾവ് ചെയ്യേണ്ട എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. സോ dy/dxൽ ഇവിടെ p എന്ന് പറയുന്നത് ആരാണ്? 1/x log x. q എന്ന് പറയുന്നത് ആരാണ്? 2/x.
സോ അത് നമ്മൾ ചെറിയ ക്ലാസ്സിൽ ഇങ്ങനത്തെ ഇക്വേഷൻ എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് പഠിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഇക്വേഷൻ എങ്ങനെ നമ്മൾ സോൾവ് ചെയ്യുക? y into integrating factor is equal to integral of integrating factor into q into dx. Okay, right? സോ ഇതാണ് ഇതിനെ കാണാനുള്ള സൊല്യൂഷൻ. ഇതിൽ ഈ ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടർ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത സെക്ഷൻ. സോ ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടർ നമ്മൾ കാൽക്കുലേറ്റ് എങ്ങനെയാണ്? ഇൻറ്റഗ്രൽ പി ഡി എക്സ് ആണ് നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ, റൈറ്റ്? സോ എന്താണ് നമ്മളെ കയ്യിലുള്ള ഇക്വേഷൻ? സോ നമ്മൾ എക്സ്പോണൻഷ്യൽ ഇവിടെ കൊടുക്കുന്നു. പി എന്ന് പറയുന്നത് എന്താണ്? 1/x log x dx. എങ്ങനെ നമ്മളിത് ചെയ്യുക? സോ ഇതിൽ നമുക്ക് ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഈ 1/x dx എന്ന് പറയുന്നത് ഓക്കെ log xൻ്റെ ഡെറിവേറ്റീവ് ആണ്. സോ ഞാൻ log xനെ ടി എന്ന് എടുത്തെന്ന് വിചാരിക്കുക. സോ ഡി ടി എന്ന് പറയുന്നത് എന്തായിരിക്കും? 1/x dx, റൈറ്റ്? സോ നമുക്ക് ഈ dx/xനെ ടി എന്ന് ഡി ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. log xനെ 1/t എന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഇറ്റ് വിൽ ബി ഇൻറ്റഗ്രൽ 1/t dt വിൽ കം, റൈറ്റ്? സോ 1/t എന്ന് പറയുന്നത് log t ആയിരിക്കും. സോ ഇറ്റ് വിൽ ബി വാട്ട് വിൽ ബി ദ ആൻസർ ദെൻ? സോ ദ ആൻസർ വരിക അപ്പം e to the power 1/t എന്ന് പറയുന്നത് log t ആണ്. സോ log of t dt. സോ e to the power log എന്ന് പറഞ്ഞാൽ അത് പോയി, റൈറ്റ്? സോറി, dt ഉണ്ടാവില്ല അല്ലേ? ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ dt നമ്മൾ എഴുതേണ്ട കാര്യമില്ലല്ലോ. dt ഇവിടെ സോ e to the power t എന്ന് വരും. സോ t എന്ന് പറഞ്ഞാൽ എന്താ? t എന്ന് പറഞ്ഞാൽ log x. സോ ഇതാണ് നമ്മളുടെ ആൻസർ വരുന്നത്. ആര്? ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ log x ആണ് വരുന്നത്. സോ ആൻസർ വിൽ ബി ലൈക്ക് y into log x is equal to integral of integrating factor എന്ന് പറയുന്നത് എത്ര കിട്ടിയ? log x. q എന്ന് പറഞ്ഞാൽ എന്താ? 2/x dx, റൈറ്റ്? സോ നമുക്കിങ്ങനെ എഴുതാൻ പറ്റും. ഇതിൽ നേരത്തെ നമ്മൾ ചെയ്തതുപോലെ തന്നെ ഇതിൽ ഈ സബ്സ്റ്റിറ്റ്യൂഷൻ തന്നെ കൊടുക്കുക. log x എന്ന് പറയുന്നത് t കൊടുക്കാം 1/x, അപ്പോൾ dx/xനെ dt എന്ന് കൊടുക്കാം. സോ ഇറ്റ് വിൽ ബി ലൈക്ക് log x t into 2t into dt എന്ന് കിട്ടും. സോ 2t into dt എന്ന് പറയുമ്പോൾ എന്താ വരിക? 2 into t²/2, റൈറ്റ്? സോ 2 into ക്യാൻസൽ ചെയ്ത് പോയി t² + c. സോ t എന്ന് പറയുന്നത് ആരാണ്? log x ആണ്. സോ വാട്ട് വിൽ ബി ദ സൊല്യൂഷൻ? ഈ ടിക്ക് പകരം നമ്മൾ log x സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് വിൽ ബി ദ സൊല്യൂഷൻ? ദ സൊല്യൂഷൻ വിൽ ബി ഇവിടെ ഓൾറെഡി y log x ഉണ്ട്. സോ ഇറ്റ് വിൽ ബി ലൈക്ക് ദ സൊല്യൂഷൻ വിൽ ബി y log x. t എന്ന് പറഞ്ഞാൽ ആരാണ്? log x ആണ്. സോ log x whole square plus c. c എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് വന്നതാണ്. സോ ഓപ്ഷൻ എ വിൽ ബി ദ റൈറ്റ് ആൻസർ. ഓക്കെ, ഐ ഹോപ്പ് യു ഹാവ് ഗോട്ട് ഇറ്റ്. ഇത് നമ്മളെ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചതാണ്. നമ്മൾ +1 +2 സ്റ്റാൻഡേർഡിൽ നമ്മൾ സോൾവ് ചെയ്തിട്ടുള്ള ടൈപ്പ് പ്രോബ്ലമാണിത്. ഓക്കെ, look at the next problem. A charge of q is placed at a distance of 3r from the center of a grounded conducting sphere radius r, and the image charge and its distance are respectively. So നമ്മളിവിടെ ഒരു സ്ഫിയർ വെക്കുന്നു, ഇവിടെ ഒരു ചാർജ് വെക്കുന്നു, which is capital Q, right? Okay, sorry, small q. Okay, so ഇതാണ് അതിൻ്റെ പോയിന്റ്. ഇതിൽ ഈ സ്ഫിയർ എന്ന് പറയുന്നത് ഗ്രൗണ്ടഡ് ആണ്. ഓക്കെ, നൗ ഇതൊരു ഇമേജ് ചാർജ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഇവിടെ ഒരു ചാർജ് രൂപപ്പെടും, ഇൻഡ്യൂസ്ഡ് ചാർജ് ഇവിടെ ഉണ്ടാവും. അതായത് നമ്മുടെ ഒരു ക്യൂ എന്ന് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നമ്മളിവിടെ ഒരു ചാർജ് രൂപപ്പെടും. ആ ചാർജിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ചാർജാണ് നമുക്കറിയാം ഈ ഒരു സ്ഫിയറിൻ്റെ നമ്മളത് ഗ്രൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്ഫിയറിൻ്റെ സർഫസിലുള്ള പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 0 ആണ്. സോ ഈ 0 പൊട്ടൻഷ്യൽ ആകണം ഇതിൻ്റെ സർഫസ്. ആ ഒരു രീതിയിലായിരിക്കണം ഈ ചാർജ് പ്ലേസ് ചെയ്തിട്ടുണ്ടായിരിക്കേണ്ടത്. സോ നമ്മൾ ആ ഒരു രീതിയിൽ നമ്മളിവിടെ ഫോർ എക്സാമ്പിൾ ഇതാണ് ഇതിൻ്റെ റേഡിയസ് എന്ന് വിചാരിക്കുക. സോ ഇതിൻ്റെ ഡിസ്റ്റൻസ് d ആണെന്ന് വിചാരിക്കുക. ഓക്കെ, നമ്മൾ ചാർജ് രൂപപ്പെടുന്നത് ഇവിടെയാണെന്ന് വിചാരിക്കുക, which is q dash, and it is from x, and ഇത് ഈ സ്ഫിയറിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് r ആണെന്ന് വിചാരിക്കുക. ഓക്കെ, സോ നമ്മളിതിനെ എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിതിൽ 2 പോയിന്റുകൾ എടുക്കാം. ഈ സ്ട്രൈറ്റ് ലൈനിൽ തന്നെ 2 പോയിന്റ് എടുക്കാം. ഒന്ന് ഈ പോയിന്റ് വിച്ച് ഇസ് VA, അല്ലെങ്കിൽ അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള പോയിന്റ് VB. ഈ 2 പോയിന്റുകളിലും പ്രത്യേകത, ഈ 2 പോയിന്റിലെയും പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് സെയിം. അത് നമുക്കറിയാം, എപ്പോഴും സ്ഫിയറിൻ്റെ
ഒരു സ്ഫിയറിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സർഫസിലുള്ള പൊട്ടൻഷ്യൽ സെയിം ആയിരിക്കും. ഇതൊരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആണ്. ഇത് ഗ്രൗണ്ട് ചെയ്തുകൊണ്ട് അതിൻ്റെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 0 ആണ്. സോ ഇനി നമുക്ക് ഈ രണ്ട് പോയിന്റിലെയും പൊട്ടൻഷ്യൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് നമ്മൾ ഈ പോയിന്റിലെ പൊട്ടൻഷ്യൽ എടുക്കുക? ഇവിടെ ഈ ചാർജ് കൊണ്ടും ഒരു പൊട്ടൻഷ്യൽ ഉണ്ടാവും, ഈ Q' എന്ന് പറയുന്ന ചാർജ് കൊണ്ട് ഒരു പൊട്ടൻഷ്യൽ ഉണ്ടാവും. സോ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 1/4πε നമുക്കറിയാം ഇക്വേഷൻ Q/. സോ ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ D/R വിൽ കം, റൈറ്റ്? ഇത് ടോട്ടൽ ഡിസ്റ്റൻസ് D ആണ്, അതിൽ R പോയി, സോ D/R വിൽ കം പ്ലസ് ഇനി ഈ Q' എന്ന് പറയുന്ന പൊട്ടൻഷ്യൽ ഉണ്ടാവും. അത് ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണെന്ന് നോക്കണം, R - X ആണ്. 1/4πε not Q' by R - X is equal to 0. സോ ഇതാണ് VA എന്ന് പറയുന്നത്. സോ VAയുടെ കേസിൽ ഇത് 0 ആണെന്ന് കിട്ടി. അതേപോലെ തന്നെ VB നമുക്ക് ചെയ്യാൻ പറ്റും. 1/4πε not. VB എന്ന് പറയുന്നത് എങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക? D+R വിൽ കം, റൈറ്റ്? സോ ഈ Q മൂലം ഉണ്ടാകുന്നത് D+R വിൽ കം പ്ലസ് ഇനി ഈ Q' മൂലം ഉണ്ടാകുന്നത് എങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക? ഇവിടെ X+R വിൽ കം, റൈറ്റ്? 1/4πε not Q' by X+R is equal to 0. നമ്മൾ ഈ രണ്ട് ഇക്വേഷനും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആർക്കൊക്കെയുള്ള ഇക്വേഷൻസ് കിട്ടും? ഈ X എന്ന് പറയുന്ന Q', അതായത് ഈ വേരിയബിൾ ഒന്നെങ്കിൽ Q' റിമൂവ് ചെയ്യാം, അല്ലെങ്കിൽ X റിമൂവ് ചെയ്തിട്ട് നമ്മൾ പരസ്പരം ഈ ഇക്വേഷൻസ് ഇക്വേറ്റ് ചെയ്ത് നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് Xൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് R²/D എന്ന് കിട്ടും. ഓക്കെ, ആൻഡ് Q'-ൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് QR/D എന്ന് കിട്ടും, -QR/D. സോ ഇത് രണ്ടും ഈ രണ്ട് ഇക്വേഷനും സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. സോ നമ്മളെ കേസിൽ നമുക്ക് ഈ D എന്ന് പറയുന്നത് 3R ആണ് തന്നിട്ടുണ്ട്. സോ നമ്മളെങ്ങനെ X കാണാം? X എന്ന് പറയുന്നത് R² ഓൾറെഡി തന്നിട്ടുണ്ട്, D എന്ന് പറയുന്നത് 3R ആണെന്ന് തന്നിട്ടുണ്ട്. സോ ഈ R ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ R/3. അതേപോലെ തന്നെ Q' എങ്ങനെ നമ്മൾ കാണാം? -QR/3R. ഓക്കെ, കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ -Q/3. നമ്മളെ കേസിൽ R/3 ആൻഡ് -Q/3 വിൽ ബി ദ ഓപ്ഷൻ A വിൽ ബി ദ റൈറ്റ് ആൻസർ. ഓക്കെ, ഐ ഹോപ്പ് യു ഹാവ് ഗോട്ട് ഇറ്റ്. സോ ഇതാണ് അതിൻ്റെ മെത്തേഡ്. ഈ മെത്തേഡിൽ നിന്ന് നമുക്ക് ഒന്നുകിൽ Q'-നെ റിമൂവ് ചെയ്തിട്ട് ഈ രണ്ട് ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ ആൻസർ, അല്ലെങ്കിൽ X-നെ റിമൂവ് ചെയ്തിട്ട് ചെയ്ത് കഴിഞ്ഞാൽ സബ്സിക്വൻ്റ് ആയിട്ട് ഇക്വേഷൻ കിട്ടും. ഓക്കെ, സോ ഇതാണ് അതിൻ്റെ മെത്തേഡ്. ഇങ്ങനത്തെ ചോദ്യങ്ങൾ വരാറുണ്ട്, ഇമേജ് ചാർജ് രൂപപ്പെടുന്നതുമായി ഉള്ള മെത്തേഡ്. സോ അതിൻ്റെ ഈ ഇക്വേഷൻ നിങ്ങൾ കാണാൻ പഠിച്ചാലും മതി. അതിൻ്റെ ബേസിക് വേറെ സിറ്റുവേഷനിലും തരാറുണ്ട്, ഒരു ഇടയിലൊരു പ്ലെയിനൊക്കെ വെച്ചിട്ട് തരാറുണ്ട് ചില സമയത്ത്. സോ ആ സമയത്തും നിങ്ങൾക്ക് ഈ ഒരു സെയിം പാറ്റേൺ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, വി വിൽ ലുക്ക് അറ്റ് ദ നെക്സ്റ്റ് പ്രോബ്ലം. The Laplace equation in CGS Gaussian system is. So the Laplace equation എന്ന് പറയുന്നത് നമുക്കറിയാം del² phi is equal to 0 ആണ് നമ്മൾ ലാപ്ലാസ് ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ ഇവിടെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് വിനാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ del² V is equal to 0. സോ ഓപ്ഷൻ D will be right answer. ഏത് സിസ്റ്റത്തിലാണെന്നുണ്ടെങ്കിലും ഇത് തന്നെയായിരിക്കും, കാരണം അവിടെ ഇക്വേഷൻ ഇല്ല. ഈ SI സിസ്റ്റത്തിൽ നിന്ന് CG സിസ്റ്റത്തിലേക്ക് മാറ്റുക എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1/ε0നെ 4π എന്നാക്കി കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, സോ പോയിസൺ ഇക്വേഷൻ ആണെങ്കിൽ അതിനൊരു ചെറിയൊരു മാറ്റം ഉണ്ടാവും. ഓക്കെ, സോ പോയിസൺ ഇക്വേഷൻ ആണെങ്കിൽ അതിന് മാറ്റം ഉണ്ടാവും, 4π എന്ന് വരും. സോ അല്ലാതെ ലാപ്ലാസ് ഇക്വേഷന് മാറ്റമില്ല, കാരണം അതിൻ്റെ ലാപ്ലാസ് ഇക്വേഷൻ എന്ന് പറയുന്നത് ഇവിടെ 0 ആണ്. സോ ദർ ഇസ് നോ ചേഞ്ച് ഇൻ ഇക്വേഷൻ. ഇത് കോർഡിനേറ്റ്സ് ആകുമ്പോൾ ചിലപ്പോൾ ഇക്വേഷൻ മാറും. നമുക്ക് ഈ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് XYZ കോർഡിനേറ്റ് സിസ്റ്റത്തിലുള്ളതാണ്. ഇപ്പം നമ്മൾ പോളാർ കോർഡിനേറ്റ്സിലോ അല്ലെങ്കിൽ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സിലോ ആണെങ്കിൽ സബ്സിക്വൻ്റ്ലി ഇത് ലാപ്ലാസ് ഇക്വേഷൻ്റെ ഇത് മാറും, ഇക്വേഷൻ്റെ ഫോം മാറും. ഓക്കെ, ഐ ഹോപ്പ് യു ഹാവ് ഗോട്ട് ഇറ്റ്. വിൽ ലുക്ക് അറ്റ് ദ നെക്സ്റ്റ് പ്രോബ്ലം. The ratio of intensity of a magnetic field at the center of a very long solenoid to that of the extreme ends. So ഒരു സോളിനോയിഡിൻ്റെ കേസിൽ ഒരു സ്ഥലത്തുള്ള മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഓക്കെ, സോ ഈ ഒരു പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന് വിചാരിക്കാം. സോ ഇതിന് രണ്ട് എൻഡിലുമുള്ള ആംഗിൾ നമ്മൾ എടുക്കുക. ദിസ് ഇസ് ആൽഫ ആൻഡ് ദിസ് ഇസ് ബീറ്റ. ഇതിൻ്റെ ഇക്വേഷൻ, മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് μ0, ഇത് നമ്മൾ ഓർത്തിരിക്കണം, μ0 ni/2 cos alpha plus cos beta. സോ ഒരു ലോങ് സോളിനോയിഡ് ആണെന്ന് പറയുമ്പോൾ, ലോങ് സോളിനോയിഡിൻ്റെ സെൻട്രൽ എന്ന് പറയുമ്പോൾ
അതൊരു ഇൻഫിനിറ്റ്ലി ലോങ് സോളിനോയിഡ് ആണ്. അതായത് ഇൻഫിനിറ്റ്ലി ലോങ് സോളിനോയിഡ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഈ സെൻറ്റർ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഈ എക്സ്ട്രീം എൻഡിലേക്കുള്ള ഡിസ്റ്റൻസ് ആംഗിളാണ് ആൽഫ ബീറ്റ എന്ന് പറയുന്നത്. ലോങ് സോളിനോയിഡ് എന്ന് പറയുമ്പോൾ ഇൻഫിനിറ്റിയിൽ പോയി മീറ്റ് ചെയ്യുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. സോ ഒരു ലോങ് സോളിനോയിഡിനെ സംബന്ധിച്ചിടത്തോളം ഇൻഫിനിറ്റിയിൽ മീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബീറ്റയും ആൽഫ എന്തായിരിക്കും? 90 ആയിരിക്കും. കാരണം ഈ ആംഗിൾ എന്ന് പറയുന്നത് 90 ആവണം. പാരലായിട്ടുള്ള രണ്ട് ലൈൻസ് നമ്മൾ ഇൻഫിനിറ്റിയിൽ മീറ്റ് ചെയ്യുമെന്നാണ് വിചാരിക്കുന്നത്. സോ ആൽഫ എന്ന് പറയുന്നതും ബീറ്റ എന്ന് പറയുന്നത് എന്തായിരിക്കും? 90 ആയിരിക്കും. ഗോട്ട് ഇറ്റ്? സോ sorry, yes, okay, no, this will be the alpha and this will be the beta. I'm sorry. അപ്പം ആൽഫ എന്ന് പറയുന്നതും ഈ ആംഗിൾ എന്ത് വരും? 0 എന്ന് വരും. ഓക്കെ, ഇക്വേഷൻ ഇതാണ് ആൽഫ, ഇതാണ് ബീറ്റ കേട്ടോ. സോ ഈ ആംഗിളാണ് നമ്മൾ കൊടുക്കുന്നത്. സോ ഇൻഫിനിറ്റിയിൽ മീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആൽഫയും ബീറ്റയും എന്തായി വരും? 0 ഡിഗ്രി ആയി വരും. ഓക്കെ, സോ ആൽഫ ബീറ്റ 0 ഡിഗ്രി കൊടുത്തു കഴിഞ്ഞാൽ വാട്ട് വിൽ ബി ദ മാഗ്നറ്റിക് ഫീൽഡ് at the center? mu0 ni by 2 into 1 plus 1, right? So 2 and 2 get cancelled, mu0 ni. ഇത് നമ്മൾ ചെറിയ ക്ലാസ്സിൽ കാണാതെ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ ആണ് ഒരു മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദ സെന്റർ എന്ന് പറയുന്നത്. ഇനി ഇതേ ലോങ് സോളിനോയിഡിൻ്റെ ഒരു എൻഡിലുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഒരു എൻഡിലാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മളെ ലോങ് സോളിനോയിഡ് ഇവിടെയാണ്, ഇവിടെയുള്ള മാഗ്നറ്റിക് ഫീൽഡാണ് കാണുന്നുണ്ടെങ്കിൽ ഇതാണ് ആൽഫ വരിക. ഓക്കെ, ബീറ്റ എന്ന് പറയുന്നത് 0. സോ ഒരു എൻഡിലുള്ള ലോങ് സോളിനോയിഡിൻ്റെ ഒരു 1 എൻഡ് ആകുമ്പോൾ ആൽഫ എത്ര വരിക? ആൽഫ 90 ഡിഗ്രി വരും. ബീറ്റ എത്ര വരിക? ബീറ്റ 0 എന്ന് വരും. സോ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ എന്താവും? mu0 ani by 2 into 1 plus 0 will come, right? cos 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, cos 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ്. cos 90 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ആണ്. സോ 1 plus 0 mu0 ni by 2 എന്ന് വരും. ഓക്കെ, സോ അവർ ചോദിച്ചിരിക്കുന്നത് സെൻറ്റർ ടു എക്സ്ട്രീം എൻഡ് ആണ്. സോ സെൻറ്റർ ടു എൻഡ് എന്ന് പറയുന്നത് 1:1/2 എന്ന് വരും. സോ 2:1. ഓപ്ഷൻ E വിൽ ബി ദ റൈറ്റ് ആൻസർ. ഗോട്ട് ഇറ്റ്? ഇതിൻ്റെ പകുതിയായിരിക്കും എൻഡിലുണ്ടാകുക. സോ ഒരു സോളിനോയിഡിൻ്റെ സെൻറ്ററിലുള്ള മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പകുതിയായിരിക്കും അതിൻ്റെ എക്സ്ട്രീം എൻഡിൽ വരും. ഐ ഹോപ്പ് യു ഗോട്ട് ഇറ്റ്. ആൽഫ ബീറ്റ എന്ന് പറയുന്നത് ഈ രണ്ട് ആംഗിളാണ് കേട്ടോ. നമുക്ക് ഈ രണ്ട് ആംഗിൾ മറ്റേ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിരുന്ന ആൽഫയും ബീറ്റയാണ് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ സബ്സിക്വന്റ് ഇക്വേഷൻ മാറും. സൈൻ ആൽഫ പ്ലസ് സൈൻ ബീറ്റയാവും. ഓക്കെ, ഗോട്ട് ഇറ്റ്? എനിവേ, വിൽ ലുക്ക് അറ്റ് ദ നെക്സ്റ്റ് പ്രോബ്ലം. The electric field associated with an electromagnetic wave propagated in a free space is given by E is equal to E0 cos kz minus omega t. Okay, k cap, okay, L cap A0 plus kz plus omega t. സോ ഇവിടെ ഇത് രണ്ടും പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് z ഡയറക്ഷനിലാണ് നമുക്ക് മനസ്സിലാവും. ഒന്ന് z ഡയറക്ഷനിലും ഒന്ന് മൈനസ് z ഡയറക്ഷനിലും ആയിരിക്കും. സോ ഒരു രണ്ട് വേവ് ഇങ്ങനെ z ഡയറക്ഷനിലും മൈനസ് z ഡയറക്ഷനിലും ഒരേപോലെ പോയി കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി എ സ്റ്റാൻഡിങ് വേവ്. സോ ഇതൊരു സ്റ്റാൻഡിങ് വേവിൻ്റെ ഇക്വേഷനാണ്. നമ്മളത് കോസ് എ മൈനസ് ബിയുടെ എക്സ്പാൻഷനും കോസ് എ പ്ലസ് ബിയുടെ എക്സ്പാൻഷനും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇത് കോസ് എ നമുക്ക് അറിയാവുന്നതാണ്. കോസ് എ കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബി പ്ലസ് സൈൻ സൈൻ ബി ആൻഡ് കോസ് എ കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബി എന്ന് പറയുന്ന രണ്ട് ഇക്വേഷൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഒരു ആൻസർ കിട്ടും. ആൻസർ വിച്ച് വിൽ ബി ആ റിസൾട്ടൻ്റെ വാല്യൂ എന്ന് പറയുന്നത് സ്റ്റാൻഡിങ് വേവിൻ്റെ ഇക്വേഷനാണ്. നമ്മളത് ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. അല്ലെങ്കിൽ ഒരു മുന്നിലോട്ട് ട്രാവൽ ചെയ്യുന്ന ഒരു വേവും അതേ വെലോസിറ്റിയിൽ ബാക്കിലോട്ട് ട്രാവൽ ചെയ്യുന്ന ഒരു വേവും സൂപ്പർ ഇമ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി എ സ്റ്റാൻഡിങ് വേവ്. ഓക്കെ, ഒരു സ്റ്റാൻഡിങ് വേവിൽ എനർജി ഫ്ലക്സ് ഔട്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡിങ് വേവ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ ടേമിൽ തന്നെ ആ വേർഡിൽ തന്നെ അതുണ്ട്, അതിൻ്റെ പേരിൽ തന്നെ അതുണ്ട്. യഥാർത്ഥത്തിൽ ആ വേവ് എനർജി ക്യാരി ചെയ്ത് പുറത്തേക്ക് പോകുന്നില്ല. അതൊരു ആ ഒരൊറ്റ പൊസിഷനിൽ നിൽക്കുകയാണ്. ഈ പൊസിഷനിൽ സ്റ്റാൻഡിങ് വേവ് എന്ന് പറഞ്ഞാൽ ഇത് മൂവ് ചെയ്യുന്നില്ല. ഇതിൻ്റെ ഈ പൊസിഷനിൽ അതിങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നത് മാത്രം, ഓരോ പാർട്ടിക്കളും അതിൻ്റെ പൊസിഷനിൽ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നത് മാത്രമല്ലാതെ വേവ് ട്രാവൽ ചെയ്യുന്നതായി നമുക്ക് ഫീൽ ചെയ്യില്ല. ദാറ്റ് മീൻസ് എനർജിയുടെ ഫ്ലക്സിനെയാണ് നമ്മൾ ബേസിക്കലി നമ്മൾ പോയിൻറ്റിങ് വെക്ടർ അല്ലെങ്കിൽ ആവറേജ് എനർജി ചോദിച്ചിരിക്കുന്നത്. സോ എനർജി ഫ്ലക്സ് 0 ആണ്. സോ ഒബ്വിയസ്ലി ആ എനർജി ഡെൻസിറ്റി എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും? 0 ആയിരിക്കും. ഗോട്ട് ഇറ്റ്? ഒരു സ്റ്റാൻഡിങ് വേവ് ഒരിക്കലും എനർജി ഫ്ലക്സ് ക്യാരി ചെയ്യുന്നില്ല. സോ ആവറേജ് എനർജി 0. I hope you have got it. Look at the next problem. 60. In an electromagnetic wave, the electric field of amplitude 6.2 voltmeter. So electric field നമുക്ക് കിട്ടി. Oscillates with a frequency of 2.4 × 10⁻10 Hz. The energy density of the wave.
സോ എനർജി ഡെൻസിറ്റി എന്ന് പറയുന്നത് നമ്മളോട് ഉദ്ദേശിക്കുന്നത് പോയിൻറ്റിംഗ് വെക്ടറിൻ്റെ ആവറേജ് ആണ് ചോദിച്ചിരിക്കുന്നത്. അത് കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം, ഹാഫ് എപ്സിലോൺ ഇ സ്ക്വയർ പ്ലസ് ഹാഫ് ബി സ്ക്വയർ ബൈ മ്യൂ 0 ആണ്. സോ ഇത് നമുക്ക് രണ്ട് കേസിലും ഈ എപ്സിലോൺ ഈസ് ഫ്രീ സ്പേസിൽ എന്ന് പറയുന്നത് എപ്സിലോൺ ഇ സ്ക്വയർ പ്ലസ് ബി ബൈ മ്യൂ 0 എന്ന് പറയുന്നത് ഈക്വൽ ആണ്. സോ ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് എപ്സിലോൺ ഇ സ്ക്വയർ എന്ന് നമുക്ക് എഴുതാൻ പറ്റും. എപ്സിലോണിൻ്റെ വാല്യൂ നമുക്കറിയാം, ഇറ്റ്സ് 8.89 10 to the power minus 12, റൈറ്റ്. ആൻഡ് ഈൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്, വിച്ച് ഇസ് 6.2. സോ ഇതിൻ്റെ വാല്യൂ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ ജസ്റ്റ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, ഇൻറ്റു 10 to the power minus 2. ആൻഡ് ഈൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 6.2 ഹോൾ സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ ആൻസർ. ഓക്കെ, it's around 3.4 will be the right answer. Okay, option C will be the right answer. So നിങ്ങളത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ മതി, you will get the answer. So next problem 61. This variation of electric field with the distance is observed with which following the objects. അതായത് ഇത് ഇലക്ട്രിക് ഫീൽഡ്, ഇതിന് ഇൻസൈഡ് ഇലക്ട്രിക് ഫീൽഡ് ഇല്ല. ഇൻസൈഡ് ഇലക്ട്രിക് ഫീൽഡ് ഇല്ലാതെ ഒരേ ഒരാളെന്ന് പറയുന്നത് സ്ഫിയറിക്കൽ ഷെല്ലാണ്, ഹോളോസ്ഫിയർ ആണ്. ഒരു സോളിഡ് സ്ഫിയർ ആണെന്നുണ്ടെങ്കിൽ എങ്ങനെ വരും? സോളിഡ് സ്ഫിയർ ആണെന്നുണ്ടെങ്കിൽ ദ ഗ്രാഫ് വിൽ ബി ലൈക്ക് ദിസ്. ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെ വരും, പിന്നെ ഡിഗ്രീസ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, അത് ക്യാപിറ്റൽ ആർ. സോ ഒരു സോളിഡ് സ്ഫിയറിൻ്റെ കേസിൽ അതാണ്. ഷീറ്റ് ഓഫ് ചാർജ് എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റ് ലെങ്ത് ഉള്ളതാണെങ്കിൽ അതിന് ഇലക്ട്രിക് ഫീൽഡ് എല്ലായിടത്തും കോൺസ്റ്റൻ്റ് ആണ്. ലൈൻ ഓഫ് ചാർജ് എന്ന് പറയുന്നത് 1/r ആണ്. അതായത് പുറത്തേക്ക് പോകുമ്പോൾ അതിന് ഇലക്ട്രിക് ഫീൽഡ് കുറഞ്ഞു വരും. അതിൻ്റെ റിലേഷൻ എന്ന് പറയുന്നത് ഇത് 1/r² ആണ് ഇവിടെ വരുന്നത്. ഓക്കെ, എനിവേ, സോ അത് ആൻസർ വിൽ ബി സ്ഫെറിക്കൽ ഷെൽ. സോ സോളിഡ് സ്ഫിയർ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഗ്രാഫ് ആയിരിക്കും വരിക. സോ ഇങ്ങനെ വേണമെങ്കിൽ ചോദിക്കാൻ അടുത്ത പ്രാവശ്യം ഇനി സോളിഡ് സ്ഫിയർ ചോദിച്ചാൽ, സോ യു ഹാവ് ടു റിമെമ്പർ ഓൾ ദിസ്. നമുക്ക് ആ ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഇതൊക്കെ നമ്മൾ +1 പഠിച്ചിട്ടുള്ള ഇക്വേഷൻസ് തന്നെയാണ്. ഹോളോസ്ഫിയർ എന്ന് പറയുന്നത് സ്ഫെറിക്കൽ, നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ തന്നെയാണ്. ഓക്കെ, വിൽ ലുക്ക് അറ്റ് ദ നെക്സ്റ്റ് പ്രോബ്ലം 62. The plane electromagnetic wave has the magnetic field B x y z b0 sin x plus y k by root 2 plus omega t k cap, where k is a wave number I, j, k and are the unit of vector along x, y, z direction respectively. The average pointing vector. So average pointing vector ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ ഒരു പോയിന്റിംഗ് വെക്ടറിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, s is equal to E cross B. ഓക്കെ, സോ E cross 1/2 E cross B, റൈറ്റ്. സോ ഈ ആവറേജ് പോയിൻറ്റിംഗ് വെക്ടർ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇവിടെ നമുക്ക് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് ഇക്വേഷൻ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും മാഗ്നിറ്റ്യൂഡ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, എല്ലാം സെയിം ആണ്. സോ യു ഡോണ്ട് നീഡ് ടു കാൽക്കുലേറ്റ് എക്സാക്ട്ലി ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ആവറേജ് പോയിൻറ്റിംഗ് വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യണമെന്നില്ല. നിങ്ങൾ എന്തുമാത്രം നോക്കിയാൽ മതി, ഇതിൻ്റെ ഡയറക്ഷൻ മാത്രം അറിഞ്ഞാൽ മതി. സോ മാഗ്നിറ്റ്യൂഡ്, ഈ പോയിൻറ്റിംഗ് വെക്ടറിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് കെ ക്യാപ്പിൻ്റെ ഡയറക്ഷൻ ആയിരിക്കും, പ്രൊപ്പഗേഷൻ വെക്ടർ ആയിരിക്കും. സോ നമുക്ക് ഗിവൺ ചെയ്തിരിക്കുന്ന ഇലക്ട്രോമാഗ്നറ്റിക് വേവിൻ്റെ പ്രൊപ്പഗേഷൻ വെക്ടർ നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. സോ ഒരു വെക്ടറിനെ നമ്മൾ സാധാരണ റെപ്രസെൻറ്റ് ചെയ്യാറുള്ളത് സൈൻ കെ ഡോട്ട് ആർ മൈനസ് ഒമേഗ ടി ആണ്, അല്ലെങ്കിൽ പ്ലസ് ഒമേഗ ടി. ഓക്കെ, സോ ഇവിടെ കെ ഡോട്ട് ആർ എന്ന് പറയുന്നതാണ് അതിൻ്റെ, ഈ കെ എന്ന് പറയുന്നതാണ് അതിൻ്റെ പ്രൊപ്പഗേഷൻ ഡയറക്ഷൻ. ആർ എന്ന് പറയുന്നത് എക്സ് വൈ സെഡ് ആണ്. ഓക്കെ, എക്സ് ഐ ക്യാപ്, വൈ ജെ ക്യാപ് ആൻഡ് സെഡ് കെ ക്യാപ്. ഈ കെ ആണ് അതിൻ്റെ പ്രൊപ്പഗേഷൻ ഡയറക്ഷൻ എന്ന് പറയുന്നത്. സോ ഇവിടെ എക്സും വൈയിലും മാത്രമേ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. സോ ഒബ്വിയസ്ലി ഇത് കെ ബൈ റൂട്ട് 2 പ്ലസ് കെ ബൈ റൂട്ട് 2 ആയിരിക്കും. കെ എന്ന് പറയുന്നതിൻ്റെ മാഗ്നിറ്റ്യൂഡ്. ഓക്കെ, സോ അങ്ങനെയാണ് കെ എക്സ് പ്ലസ് റൂട്ട് 2 എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ എന്തായിരിക്കും കെൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്? കെയുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് കെ നമ്മൾ പുറത്തെടുത്ത് കഴിഞ്ഞാൽ ഐ പ്ലസ് ജെ ബൈ റൂട്ട് 2. ഇവിടെ ഐ ക്യാപ്പ് ഉണ്ടാവും, ഒബ്വിയസ്ലി ഇവിടെ ഒരു ജെ ക്യാപ്പ്. സോ അങ്ങനെയാണ് നമുക്ക് ഈ ഒരു, സോ ഇവിടെ ഇതിനെ നോക്കിയിട്ടാണ് നമ്മളത് മനസ്സിലാക്കുന്നത്, ഈ ഒരു ഡോട്ട് പ്രൊഡക്റ്റിനെ നോക്കിയിട്ട്. സോ കെയുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് കെ ഇൻറ്റു ഐ ബൈ റൂട്ട് 2 പ്ലസ് ജെ ബൈ റൂട്ട് 2. ഐ ഹോപ്പ് യു ഹാവ് ഗോട്ട് ഇറ്റ്. സോ ഒബ്വിയസ്ലി നമ്മളുടെ പോയിൻറ്റിംഗ് വെക്ടറിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നതും ഇത് തന്നെയായിരിക്കണം, ഐ പ്ലസ് ജെ ബൈ റൂട്ട് 2. ഓക്കെ, സോ ഈ ഓപ്ഷനിലുള്ളൊരു മിസ്റ്റേക്കാണ്. ബേസിക്കലി ഇതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് റൂട്ട് 2 ആയി വരിക. സോ ഓപ്ഷൻ ബി വിൽ ബി ദ റൈറ്റ് ആൻസർ. ഓക്കെ, ഇനി ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കാണണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് നമ്മുടെ ഇക്വേഷൻ നമുക്കറിയാം, ബി സ്ക്വയർ ബൈ സ്ലോൺ സി ആണ് ഇക്വേഷൻ വരുന്നത്. സോ ഇതിൻ്റെ ആവറേജ് നമ്മൾ കാണുമ്പോൾ സൈൻ ഇൻറ്റു സൈൻ എന്ന് വരും ബീൻ്റെ വാല്യൂ എടുക്കുമ്പോൾ. സോ സൈൻ്റെ ആവറേജ് എന്ന് പറയുന്നത് ബൈ 2 വരും.
സോ ഈ സീനെ നമ്മൾ സി ഇവിടെ സി സ്ക്വയർ ആണ് തന്നിരിക്കുന്നത്. സി സ്ക്വയർ നമ്മൾ കൊടുക്കുമ്പോൾ ഒബ്വിയസ്ലി സിയുടെ ഇക്വേഷൻ ഒരു സി കൂടെ നമ്മൾ അടിയിലിട്ട് കൊടുത്താൽ മതി. ആ സിക്ക് പകരമാണ് നമ്മൾ ഒമേഗ ബൈ കെ എന്ന് എഴുതിയത്. ഒമേഗ ബൈ കെ എന്ന് പറയുന്നത് നമ്മൾ ചാടിക്കഴിഞ്ഞാൽ ആൻസർ. ഓക്കെ, നമുക്കതും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ ഓപ്ഷൻ എല്ലതും കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ യു ഡോണ്ട് നീഡ് ടു ലുക്ക് അറ്റ് ദ മാഗ്നിറ്റ്യൂഡ് പാർട്ട്, യു ജസ്റ്റ് ലുക്ക് അറ്റ് ദ ഡയറക്ഷൻ പാർട്ട്. പോയിന്റിംഗ് വിട്ടുന്ന ഡയറക്ഷൻ എന്ന് പറയുന്നത് I plus J root 2 ആയിരിക്കും. ഓപ്ഷൻ ബി വിൽ ബി ദ റൈറ്റ് ആൻസർ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The state of polarization of electromagnetic wave with field components. So EX and EY എന്ന് പറയുന്ന രണ്ട് കമ്പോണൻറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. നമുക്കിത് ഏത് സ്റ്റേറ്റ് പോളറൈസേഷൻ ആണെന്ന് അറിയണം, അതേപോലെ തന്നെ അതിൻ്റെ ഡയറക്ഷൻ എന്താണെന്ന് പറഞ്ഞിരിക്കണം. സോ സ്റ്റേറ്റ് ഓഫ് പോളറൈസേഷൻ അറിയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ രണ്ടാൾ തമ്മിലുള്ള ആംഗിൾ ഓഫ് പോളറൈസേഷൻ അല്ലെങ്കിൽ ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത് 90 ആണെങ്കിൽ ഇറ്റ് വിൽ ബി സർക്കുലർലി പോളറൈസ്ഡ് ആൻഡ് 0 ആണെന്നുണ്ടെങ്കിൽ ലീനിയർലി പോളറൈസ്ഡ്. സോ ഒബ്വിയസ്ലി നമുക്കറിയാം ഇവിടെ ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്നത് π/4 + 90 ആണ്. സോ ഇത് സർക്കുലറും അല്ല ലീനിയറും അല്ല, ഇറ്റ് ഷുഡ് ബി എൻ എലിപ്റ്റിക്കലി പോളറൈസ്ഡ്. സോ ഇതൊരു എലിപ്റ്റിക്കലി പോളറൈസ്ഡ് ലൈറ്റ് ആയിരിക്കും. സോ ഇവിടെ എലിപ്റ്റിക്കലി പോളറൈസ്ഡ് ലൈറ്റ് ആയിട്ട് തന്നിട്ടുള്ളത് ഓപ്ഷൻ ഡി മാത്രമാണ്. സോ ലെഫ്റ്റ് എലിപ്റ്റിക്കലി പോളറൈസ്ഡ് വിൽ ബി ദ റൈറ്റ് ആൻസർ. ഓക്കെ, ഇതിൻ്റെ ഡയറക്ഷൻ അപ്പോൾ നമുക്ക് ഓപ്ഷനിൽ നമുക്ക് ലെഫ്റ്റ് റൈറ്റ് എലിപ്റ്റിക്കലി പോളറൈസ്ഡ് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പ്ലെയിൻ എടുക്കുക. സോ ഇതൊരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആണല്ലോ. സോ നമ്മളൊരു പ്ലെയിൻ എടുത്തു കഴിഞ്ഞാൽ ആ പ്ലെയിനിൽ നമുക്ക് ഇതിൻ്റെ പോളറൈസേഷൻ കിട്ടും. ഇത് ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ എന്നുള്ളത്, ക്ലോക്ക് വൈസ് ആണോ ആൻറ്റി ക്ലോക്ക് വൈസ് ആണോ, ഇതിൻ്റെ റൊട്ടേഷൻ നോക്കിയിട്ടാണ് കിട്ടുക. സോ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ Z0 എന്ന് കൊടുക്കുക. Z0 കൊടുത്തു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് വാട്ട് വിൽ ബി ദ ഇക്വേഷൻ. EX എന്ന് പറയുന്നത് എന്തായിരിക്കും? EX എന്ന് പറയുന്നത് E0 സൈൻ 90 plus π/4 minus omega t. ഇനി EY എന്ന് പറയുന്നത് എന്താണ്? E0 by √2 sin minus omega t, right? So it is minus E0 by √2 sin omega t. ഇനി എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഇൻ്റർവെൽ കൊടുക്കുക. അറ്റ്ലീസ്റ്റ് 3 ഇൻ്റർവെൽ കൊടുത്തിരിക്കണം. സോ t = 0 കൊടുക്കുക. t = 0 കൊടുക്കുമ്പോൾ നമുക്കൊരു EX-നൊരു വാല്യൂ കിട്ടും. ഓക്കെ, അതേപോലെ തന്നെ EY-ക്ക് ഒരു വാല്യൂ കിട്ടും. സോ നമുക്ക് ആ വാല്യൂ നമുക്ക് XY എന്ന് പറയുന്ന ഒരു സോ നമ്മൾ Z പ്ലെയിനിലാണ് നമ്മൾ എടുത്തത്. Z = 0 എന്ന് പറയുന്ന പ്ലെയിനിലാണ്. സോ നമുക്ക് ഇങ്ങനെ എടുത്താൽ മതി. സോ XY എന്ന് പറയുന്ന ഒരു പ്ലെയിനിൽ നമുക്കൊരു വാല്യൂ കിട്ടും. EX-ൻ്റെയും EY-ൻ്റെയും വാല്യൂ ഇപ്പം ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് I എന്ന് കിട്ടുകയാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ +i cap എന്ന് കിട്ടുകയെന്ന് വിചാരിക്കുക. സോ വാട്ട് വിൽ ഹാപ്പൻ? നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വെക്ടർ കിട്ടും, റൈറ്റ്? ഇനി നമ്മൾ അതേപോലെ t = t/4 ഇട്ട് കൊടുക്കുക, അതായത് ടൈം പീരീഡിൻ്റെ പകുതി. സോ അല്ലെങ്കിൽ π/2 എന്നോ ഒമേഗ ടീനെ π/2 എന്നോ എന്തെങ്കിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ടിക്ക് പകരം t/4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ t എന്ന് പറഞ്ഞാൽ 2π. സോ നമുക്ക് അതിനനുസരിച്ച് ഇവിടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു EX ആൻഡ് EY കിട്ടും. ഓക്കെ, നമുക്കിപ്പോൾ രണ്ടാമത്തെ കമ്പോണൻറ്റും കിട്ടും. ഇനി അതേപോലെ t = t/2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതേപോലെ തന്നെ EX ആൻഡ് EY നമുക്ക് വീണ്ടും കിട്ടും. ഓക്കെ, സോ നിങ്ങൾക്ക് ഇവിടുന്ന് മനസ്സിലാവും ഇതിങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്തിട്ടുള്ളത്. t = 0 ഇവിടെയായിരുന്നു, t = t/4 ആൾ ഇവിടെയാണ്, t/2 എത്തിയപ്പോൾ ആൾ ഇവിടെ. എന്ന് പറഞ്ഞാൽ ആൾ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഇറ്റ്സ് ലെഫ്റ്റ് എലിപ്റ്റിക്കലി പോളറൈസ്ഡ്. ഇനി നിങ്ങൾക്ക് ഓപ്പോസിറ്റ് ആണ് കിട്ടുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് റൈറ്റ് എലിപ്റ്റിക്കലി പോളറൈസ്ഡ്. അങ്ങനെയാണ് നമ്മൾ ചെക്ക് ചെയ്യുക. ഈ ക്വസ്റ്റ്യനിൽ പക്ഷേ നമുക്ക് അങ്ങനെയൊന്നും ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല. ബിക്കോസ് ഫേസ് കണ്ടാൽ തന്നെ നമുക്കറിയാം ഇറ്റ്സ് എൻ എലിപ്റ്റിക്കലി പോളറൈസ്ഡ് ലൈറ്റ്. സോ നമുക്കിത് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സോ ലെഫ്റ്റ് എലിപ്റ്റിക്കലി പോളറൈസ്ഡ് വിൽ ബി ദ റൈറ്റ് ആൻസർ. ഐ ഹോപ്പ് യു ഗോട്ട് ഇറ്റ്. Okay, we'll move to the next question. A monochromatic electromagnetic wave in vacuum is incident normally on a substance of refractive index 1.5. The ratio of the magnitude of the electric vector which is reflected to that of the incident wave. So, ഈ ക്വസ്റ്റ്യൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് റിഫ്ലക്റ്റൻസ് ആൻഡ് ട്രാൻസ്മിറ്റൻസ് എന്ന് പറയുന്ന ഭാഗം നമ്മൾ ഫ്രനൽ ഇക്വേഷൻസ് വെച്ച് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം. സോ ഇതിൻ്റെ റിഫ്ലക്റ്റൻസിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് E0 to the ഇൻസിഡൻസ് ഇക്വേഷൻ ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് In1/N2/En1 + N2. അതേപോലെ തന്നെ ഇതിൻ്റെ ട്രാൻസ്മിറ്റൻസിൻ്റെ ഇക്വേഷൻ ആണെന്നുണ്ടെങ്കിൽ 2N1N2/N1 + N2. ഈ റിഫ്ലക്റ്റൻസ് എന്ന് പറയുന്നതും ട്രാൻസ്മിറ്റൻസ് എന്ന് പറയുന്നതും കൂട്ടിക്കഴിഞ്ഞാൽ R + T ഷുഡ് ബി = 1. സോ ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡിൻ്റെ റേഷ്യോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യു ഹാവ് ടു ജസ്റ്റ് ടേക്ക് ദ സ്ക്വയർ. അപ്പം നമ്മൾ സാധാരണ ആംപ്ലിറ്റ്യൂഡിൻ്റെ റേഷ്യോ ഇതിൻ്റെ ഇൻറ്റൻസിറ്റീൻ്റെ റേഷ്യോ ആണ് ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ടേക്ക് ദ
സ്ക്വയർ നമ്മൾ സ്ക്വയർ എടുത്താൽ മതി ഈക്വേഷന്. സോ ഇവിടെ നമുക്ക് റിഫ്ലക്റ്റൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്, N1 N2 തന്നിട്ടുണ്ട്. സോ ഒരു എയറിൽ നിന്ന് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.5 തന്നിട്ടുണ്ട്. സോ 1.5 മൈനസ് 1 ആൻഡ് 1.5 പ്ലസ് 1. സോ 1.5 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 0.5, 1/2, റൈറ്റ്? അത് 3/2, റൈറ്റ്? ഓക്കെ. So 2 and 2 get cancelled, which is 1/3. So option B will be the right answer. I hope you have got it. So ഇത് നമുക്ക് നേരെ തിരിച്ച് ട്രാൻസ്മിറ്റൻസ് ആണ് ചോദിക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഇൻറ്റൻസിറ്റിയുടെ റേഷ്യോ ആണ് ചോദിക്കുന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ജസ്റ്റ് ടേക്ക് ദ സ്ക്വയേഴ്സ്. ഓക്കെ, ഐ ഹോപ്പ് യു ഹാവ് ഗോട്ട് ഇറ്റ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫോർ എ ഗിവൺ ഡയലക്ട്രിക് ഇലക്ട്രോണിക് പോളറൈസബിലിറ്റി ആൽഫ ഇ. സോ ഇലക്ട്രോണിക് പോളറൈസബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി അതായത് പോളറൈസേഷൻ പല രീതിയിൽ നമുക്ക് ചെയ്യാം. ഇലക്ട്രോണിക് പോളറൈസബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് ദ സെൻറ്റർ ഓഫ് മാസസ് ഓഫ് ചാർജസ് ഡിസ്ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടാകുന്ന ഡൈപോൾ മൊമെൻറ്റ്സിനെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഇലക്ട്രോണിക് പോളറൈസബിലിറ്റി എന്ന് പറയാം. സോ നമുക്കറിയാം ഒരു ആറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ സെൻറ്ററിൽ പോസിറ്റീവ് ചാർജ് ഉണ്ട്. സോ ഒരു ആറ്റം ന്യൂട്രൽ ആണ് എന്നാണ് നമ്മൾ പറയുക. ന്യൂട്രൽ ആവാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും അതിന് രണ്ടിൻ്റെയും സെൻറ്റർ ഓഫ് മാസ് ഒരു പോയിന്റിലായിരിക്കും. സോ അതുകൊണ്ടാണ് അത് ന്യൂട്രൽ ആവാൻ കാരണം. So the moment we apply an electric field across this atom, what will happen? Electric field in the direction positive charge in a force, negative in opposite direction കിട്ടും. So obviously negative charge ഒന്ന് ഇങ്ങോട്ടും positive charge electric field in a direction ഒന്ന് ഡിസ്ലൊക്കേറ്റ് ചെയ്യും. ഇങ്ങനെ പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും ഡിസ്ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ there will be dipole moment. സോ ഈ ഡൈപോൾ മൊമെൻ്റ് ആണ് ഇലക്ട്രോണിക് പോളറൈസബിലിറ്റീനെ mu e എന്ന് പറയുന്നത് ആൽഫ ഇ ഇൻറ്റു ഇ. അത് യഥാർത്ഥത്തിൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇലക്ട്രിക് ഫീൽഡിനെ മാത്രമാണ്. സോ ഇതിൻ്റെ വാല്യൂ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. ഇറ്റ് വിൽ ബി അറൌണ്ട് 4πε/r³. സോ ദർ ഇസ് നോ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻറ്റ് ഓൺ ദിസ് ഫംഗ്ഷൻ. സോ ഇലക്ട്രോണിക് പോളറൈസബിലിറ്റി ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. സോ ഇതിനാണ് നമ്മൾ ഇലക്ട്രോണിക് പോളറൈസബിലിറ്റി എന്ന് വിളിക്കുന്നത്. സോ ഓപ്ഷൻ സി വിൽ ബി ദ റൈറ്റ് ആൻസർ. ഈസ് നോട്ട് അഫക്റ്റഡ് ബൈ ടെമ്പറേച്ചർ ചേഞ്ച്. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം 66. All natural processes are irreversible. Okay, this is direct consequence of second law of thermodynamics. So second law of thermodynamics namakariam, which is the entropy should be always greater than 0 for a reversible process. Ella natural process indeyum entropy increase cheyana cheyyunnathu. That implicitly means that every natural process is a reversible process. Okay, next question 67. In a cyclic process, okay, so work done namakariam from the first law of thermodynamics we know that delta Q എന്ന് പറയുന്നത് delta U plus delta W ആണ്. സോ നമ്മൾ delta U എന്ന് പറയുന്ന ഒരു സൈക്ലിക് പ്രോസസ്സിന് 0 ആയിരിക്കും. സോ delta Q should be equal to delta W. സോ വർക്ക് ഡൺ എന്ന് പറയുന്നത് ഓഫ് ദ സിസ്റ്റം എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി ഗിവൺ ടു ദ സിസ്റ്റം ആയിരിക്കും. സോ വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം ഈസ് ഈക്വൽ ടു ക്വാണ്ടിറ്റി ഗിവൺ ടു ദ സിസ്റ്റം. സോ ഓപ്ഷൻ 2 വിൽ ബി ദ റൈറ്റ് ആൻസർ. ഓക്കെ, സോ അതാണ് വരിക. ഇത് നമ്മൾ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആണ്. ഫസ്റ്റ് ലോ. ഓക്കെ, ലുക്ക് അറ്റ് ദ നെക്സ്റ്റ് പ്രോബ്ലം 68. A Carnot engine operating between 27 degrees Celsius and 127 degrees Celsius has efficiency equal to. സോ ഒരു കാർനോട്ട് എഞ്ചിൻ്റെ എഫിഷ്യൻസി കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം 1 + T2/T1. T1 എന്ന് പറയുന്നത് സിങ്കിൻ്റെ ടെമ്പറേച്ചറാണ്. ഓക്കെ, ആൻഡ് T1 എന്ന് പറയുന്നത് സോഴ്സിൻ്റെ ടെമ്പറേച്ചറും. സോ ബോത്ത് ഷുഡ് ബി ഇൻ കെൽവിൻ. ഓക്കെ, നമ്മളിതിനെ കെൽവിനിലാക്കണം. 27 പ്ലസ് എങ്ങനെയാണ് നമ്മൾ കെൽവിനിലാക്കുക? +27 273, റൈറ്റ്? നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി 300 കെൽവിൻ. ആൻഡ് ഇതെന്ന് പറയുന്നത് 127 + 273. സോ ഇറ്റ്സ് 400 കെൽവിൻ. ഓക്കെ, സോ ഇതിൽ ഏതാണ് സിങ്ക് ഏതാണ് സോഴ്സ് എന്ന് അറിയാൻ നിങ്ങൾ ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. സിങ്കിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എപ്പോഴും സോഴ്സിൻ്റെ ടെമ്പറേച്ചറിനേക്കാൾ കുറവായിരിക്കും. സോ ഇവിടെ ഇതാണ് സിങ്ക് വരിക, ഇതാണ് സോഴ്സ് വരിക. സോ 1 + T2/T1 will come, right? So it will be 1 minus T2/T1, right? Yeah, T2 എന്ന് പറയുന്നത് എത്രയാണ്? 300, 400. Okay, 1 minus 3/4 is 1/4, means 25%. So 25% efficiency. Option D will be the right answer. Okay, I hope you got it. നമ്മളിത് ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ ആണ് ഈ എഫിഷ്യൻസിൻ്റെ ഇക്വേഷൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ദ ഏരിയ ഓഫ് എ കാർനോട്ട് സൈക്കിൾ ഓൺ TS ഡയഗ്രാം റിപ്രസെൻറ്റ്സ്. TS ഡയഗ്രത്തിൻ്റെ ഏരിയ എന്ന് പറയുന്നത് വർക്ക് ഡൺ ആയിരിക്കും, നമുക്കറിയുന്ന കാര്യമാണ്. P ΔV എന്ന് പറയുന്നതും
ടി ഡെൽറ്റ എസ് എന്ന് പറയുന്നതും അല്ലെങ്കിൽ എസ് ഡെൽറ്റ ടി എന്ന് പറയുന്നതൊക്കെ വർക്ക് ഡണ്ണിൻ്റെ ഇക്വേഷനാണ്. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം. Under equilibrium condition, the thermodynamic variable associated with a black body radiation at temperature T, which reduces to 0. So this gives free energy. അതൊക്കെ നമ്മളെ ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻസ് നമ്മളെ ഡെഫിനിഷൻസിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഓക്കെ, look at the next problem. 71. Which statics will be applied to neutrons and alpha particles? So ഇതിൽ ബോസ്-ഐൻസ്റ്റീൻ ആൻഡ് മാക്സ്വെൽ-ബോൾട്സ്മാൻ ആൻഡ് ഫെർമി-ഡിറാക് ഈ 3 സ്റ്റാറ്റിക്സാണ് ഉള്ളത്. മാക്സ്വെൽ-ബോൾട്സ്മാൻ എന്ന് പറയുന്നത് ക്ലാസിക് പാർട്ടികൾക്കുള്ളതാണ്. ക്ലാസിക്കൽ പാർട്ടികൾ എന്ന് പറഞ്ഞാൽ ഐഡൻറ്റിക്കൽ ഡിഫറൻഷ്യേറ്റബിൾ ആയിട്ടുള്ള സ്പിന്നില്ലാത്ത ക്വാണ്ടിറ്റികളാണ് നമ്മൾ സ്പിൻലെസ് ക്വാണ്ടിറ്റികളെയാണ് നമ്മൾ ക്ലാസിക്കൽ പാർട്ടിക്കിൾസ് എന്ന് വിളിക്കുന്നത്. അതാണ് മാക്സ്വെൽ-ബോൾട്സ്മാൻ സ്റ്റാറ്റിക്സ് അപ്ലൈഡ് ആയിട്ടുള്ളത്. ഫെർമി-ഡിറാക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പിന്ന് 1/2 ആയിരിക്കണം, അല്ലെങ്കിൽ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ഹാഫ് ആയിരിക്കണം, 3/2, 5/2 ലൈക്ക് ദാറ്റ്. ബോസ്-ഐൻസ്റ്റീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സ്പിൻ എന്ന് പറയുന്നത് 1, 2 ലൈക്ക് ദാറ്റ്. ഓക്കെ, സോ ഫെർമി-ഡിറാക് ബേസിക്കലി വരാറുള്ളത് ഇലക്ട്രോൺസ് ആൻഡ് ന്യൂട്രോൺസിനൊക്കെയാണ് വരാറുള്ളത്. സോ ബോസ്-ഐൻസ്റ്റീൻ എന്ന് പറയുന്നത് ന്യൂട്രോൺസ് അല്ലെങ്കിൽ ഏതിനൊക്കെയാണോ അതിൻ്റെ സ്പിൻ എന്ന് പറയുന്നത് 1, 2 ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ആവുന്നത് അതിനെയാണ് ബോസ്-ഐൻസ്റ്റീൻ സ്റ്റാറ്റിക്സ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. സോ ഡ്യൂട്രോൺ എന്ന് പറയുന്നത് ഹൈഡ്രജൻ്റെ ഓക്കെ, സോ ആൻഡ് ആൽഫ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ഹീലിയം ആണ്, ഹീലിയം വിച്ച് ഇസ് 2, 4 റൈറ്റ്. സോ ബോത്ത് ആർ ഓക്കെ, സോ ഇവിടെ രണ്ടും നമുക്കിതിൻ്റെ സ്പിന്ന് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ആണ് കിട്ടും. സോ ബോസ്-ഐൻസ്റ്റീൻ, ഐ ഹോപ്പ് യു ഗോട്ട് ഇറ്റ്. സോ ഇതിൽ നമുക്ക് സ്റ്റാറ്റിക്സിൽ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ സ്റ്റാറ്റിക്സിൽ സാധാരണ വരാറുള്ളൂ. അതിൽ വരുന്ന ഒരു ഭാഗമാണിത്. അതിൻ്റെ ബേസിക് ആയിട്ടുള്ള എന്തൊക്കെയാണ് അതിൻ്റെ ഡിഫറൻസ് എന്ന് അറിഞ്ഞാൽ മതി. ബോസ്-ഐൻസ്റ്റീൻ നമ്മൾ പറഞ്ഞ ഒരു ഡിഫറൻസ് ഇതാണ്. അതേപോലെ തന്നെ ബോസ്-ഐൻസ്റ്റീൻ എന്ന് പറയുന്നത് സിമെട്രിക് ഫംഗ്ഷൻസിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അതിൻ്റെ വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് സിമെട്രിക് ആയിരിക്കും, ഇതിൻ്റെ വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ആൻറ്റി സിമെട്രിക് ആയിരിക്കും. ഓക്കെ, got it. Okay, so we'll look at the next problem. 72. The total number of accessible state n non-interacting particles of a spin 1/2 is. സോ എത്ര സ്റ്റേറ്റുകൾ ഉണ്ടാവും ഒരു സ്പിന്നിന് ഇൻട്രാക്ട് ചെയ്യാൻ എന്നുള്ളതാണ് ചോദ്യം. സോ ഒരു സ്പിന്നുള്ള ഒരു മെറ്റീരിയലിന് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുന്ന സ്റ്റേറ്റിന് 2s + 1 ഹോൾ ടു ദ പവർ n ആണ്. സോ ഇവിടെ സ്പിൻ എന്ന് പറയുന്നത് 1/2 ആണ്. സോ 2 × 1/2 + 1 ഹോൾ ടു ദ പവർ n. 2 get cancelled, 2 raised to n. So option A will be the right answer. 2 raised to n ആയിരിക്കും അതിൻ്റെ ആൻസർ. I hope you have got it. So n non-interacting particles ൻ്റെ സ്പിൻ 1/2 ആയിട്ടുള്ളത് 2 raised to n പോസിബിൾ സ്റ്റേറ്റുകളായിരിക്കും ഉണ്ടായിരിക്കും. ഓക്കെ, അടുത്തത് 73. ഐൻസ്റ്റീൻ ഫോർമുല ഫോർ ഹീറ്റ് കപ്പാസിറ്റി. സോ fails at a higher temperature, no. Fails at lower temperature because it T instead of T cube, no. Fails at lower temperature correct ആണ്. Fails at lower temperature because it decreases exponentially instead of T cube. Yes, correct. So ഐൻസ്റ്റീൻ്റെ ഹീറ്റ് കപ്പാസിറ്റിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നതിൻ്റെ പ്രശ്നം T ക്യൂബ് ലോവർ ടെമ്പറേച്ചറിൽ അത് ഒബേ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഹയർ ടെമ്പറേച്ചറിൽ അത് ഒബേ ചെയ്യുന്നുണ്ട്. ഹയർ ടെമ്പറേച്ചറിലും ലോവർ ടെമ്പറേച്ചറിലും ഹീറ്റ് കപ്പാസിറ്റിയെ എക്സാക്ട്ലി ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഡിബൈ തിയറം ആണ്. ഓക്കെ, look at the next problem. The ratio of two specific heats of the diatomic gases. So specific heats എന്ന് പറയുന്നത് Cp/Cv ആണ് ചോദിച്ചിരിക്കുന്നത്, ഗാമ. സോ ഗാമയുടെ വാല്യൂ കാണാനുള്ള ഡയറക്റ്റ് ഇക്വേഷൻ നമുക്കറിയാം, വിച്ച് ഈസ് 1 + 2/f, where f is a degree of freedom. ഒരു ഡയാറ്റോമിക് ഗ്യാസിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് 5 ആണ്. 3 ട്രാൻസ്ലേഷൻ സ്റ്റേറ്റും 2 റൊട്ടേഷനിലും. സോ ഗാമ എന്ന് പറയുന്നത് 1 + 2/5 will come, right? So 2/5 എന്ന് പറഞ്ഞാൽ 0.4. So 1.4 will be the right answer. Okay, so option C will be the right answer. The last problem. An oil bath kept 27 degrees Celsius being supplied heat at the rate of 100 joule per second, assuming the process of the quasi-static, the rate of increase of the entropy of the system is approximately. Quasi-static എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ പ്രോബ്ലം ചെയ്യാറുള്ളതൊക്കെ quasi-static ആയിട്ടുള്ള കേസാണ്. സോ ഈച്ച് ഇൻ്റർവൽ ഒരു സ്റ്റേബിൾ ആണ് എന്നതാണ് ഇതിൻ്റെ അർത്ഥം. ഒരു പ്രോസസ്സ് നടക്കുന്നതിലെ എല്ലാ ഇൻഫിനിറ്റ് ഡെസിമൽ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഓരോ സെക്കൻഡും ഇക്വിലിബ്രിയത്തിലാണ് അല്ലെങ്കിൽ സ്റ്റേബിൾ ആണെന്നുള്ളതിൻ്റെ അർത്ഥം. സോ അതാണ് quasi-static എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത്. സോ യു ഡോണ്ട് നീഡ് ടു ബി വെറിഡ് അബൌട്ട് ദിസ് quasi-static ടേം.
സോ നമുക്ക് എങ്ങനെയാണ് നമ്മൾ എൻട്രോപ്പി കാണാനുള്ളത് ആ ഇക്വേഷൻ നമ്മൾ സാധാരണ നമ്മൾ എങ്ങനെയാണ് എൻട്രോപ്പി കാണാറുള്ള ആ ഇക്വേഷൻ നമ്മൾ എടുത്താൽ മതി. സോ എൻട്രോപ്പിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഡെൽറ്റ എസ് ഇസ് ഈക്വൽ ടു ടി ഡെൽറ്റ സി ഇസ് ഈക്വൽ ഡെൽറ്റ ക്യൂ ആണ്. സോ ഡെൽറ്റ ക്യൂ ബൈ ടി വിൽ കം റൈറ്റ്. സോ ഡെൽറ്റ ക്യൂ എന്ന് പറയുന്നത് തന്നിട്ടുണ്ട്, വിച്ച് ഇസ് 100 ജൂൾ പെർ സെക്കൻഡ്. ആൻഡ് ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്, ഇറ്റ് ഷുഡ് ബി ഇൻ കെൽവിൻ. സോ ഇറ്റ് ഈസ് 127.31 by 27 plus 273, right? So 100 by 300, so it's 0.33 joule Kelvin second inverse. So option C will be the right answer. Okay, so that's all. 3 questions ആണ് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സോ ഇതിൻ്റെ ഫർദർ നമ്മൾ UG പ്ലസിൻ്റെ അവസാനത്തെ എക്സാമിൻ്റെ വളരെ അടുത്തിട്ടുണ്ട് നമ്മൾ. സോ ഇനിയും പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയിട്ടില്ലാത്തത് പെട്ടെന്ന് തന്നെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പരമാവധി ചെയ്യാം. ധാരാളം കോഴ്സുകൾ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് പ്രിപ്വൈസിൻ്റെ ആപ്പിൽ ധാരാളം കോഴ്സുകൾ അവൈലബിൾ ആണ്. ഇവിടെ സമീപിച്ചു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് മോർ ഇൻഫർമേഷൻ അബൌട്ട് CUET ആൻഡ് എക്സാംസ് ആൻഡ് ഈവൻ ദ ക്വസ്റ്റ്യൻസ്. സോ നിങ്ങൾ അവരെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പേഴ്സ് ഇവിടെ ഗിവൺ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ആപ്പ് അവൈലബിൾ ആണ്, പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. എനിവേ, so that's all for guys. Okay, thank you, bye.